ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ അച്ചോ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. പ്രാർത്ഥിച്ചുകൊണ്ട് മാത്രമായില്ല ജെന്നി, നീ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം. ഞാൻ നന്നായി പ്രാക്ടീസ് ചെയ്യുന്നുണ്ടല്ലോ മമ്മി. എന്റെ റോസമ്മേ, മോള് പഠിത്തത്തിൽ സ്കോർ ചെയ്യുന്നുണ്ടല്ലോ. ഇതുവരെയുള്ള എല്ലാ ഐറ്റത്തിലും അവള് മുന്നിലുമാണ്. അത് ഞാനിങ്ങനെ പുറകെടന്ന് അലക്കുന്നോണ്ടാ. പപ്പ, സേതുവങ്ങളും ജയാന്റി രാവിലെ എങ്ങോട്ടാ പോകുന്ന കണ്ടല്ലോ. എങ്ങോട്ടാ പോയേ അറിയാവോ? ജെനിമോള് നാളെ മത്സരത്തിന് പോകുന്നതിന് മുമ്പ് ഈ സന്നിധി വന്നൊരു അർച്ചന കഴിച്ചില്ലെങ്കിൽ എന്തോ ഒരു ഇതുപോലെ. നമസ്കാരം. നമസ്കാരം. വെളുപ്പാങ്കാലത്ത് പെട്ടെന്നൊന്ന് വിളിച്ചുണർത്തിയപ്പോ സത്യം പറഞ്ഞാൽ എനിക്കൊന്നും മനസ്സിലായില്ല. അല്ലെങ്കിൽ നിന്റെ അച്ഛൻ അങ്ങനെയാ, എന്തെങ്കിലും ഒന്ന് മനസ്സിൽ തോന്നിയാ പിന്നെ അതിന് അവധിയില്ല. ഒന്ന് വേഗം മാറിയണു, ദാ വരുന്നു. സമയം അങ്ങ് പോവാ. മതി മോളെ, നീ ഇനി കുറച്ച് റെസ്റ്റ് ചെയ്യും. റെസ്റ്റ് ഒന്നും വേണ്ട. സമ്മാനം വല്ലവരും കൊണ്ടുപോകും. എത്ര ഗംഭീരമായിട്ട് കളിച്ചിട്ടും കഴിഞ്ഞ പ്രാവശ്യം ഭരതനാട്യത്തിന്റെ ജഡ്ജസ് കാണിച്ച പണി ഉണ്ടായിരുന്നു. ജെനിക്ക് 2ാം സ്ഥാനം. അതിനെന്താ സേതുട്ടാ, അപ്പീല് കൊടുത്തപ്പോ അവർക്ക് 1ാം സ്ഥാനം തന്നെ കിട്ടിയില്ലേ? ഇത്തവണ പഴയ പോലത്തെ ഉടായ്പ പരിപാടിയൊന്നും നടക്കൂല. എന്തെങ്കിലും തരികട കാണിച്ച് പിടിച്ചാൽ ആജീവനാന്ത വിലക്കാണ്. കാരണം എന്തെന്നറിയാമോ? ഭരണം മാറി. ജോസങ്കലിനെ പിടിച്ചോണേ, രാഷ്ട്രീയം കൊണ്ടുവരുന്നേ. അല്ലടാ, നീ ഇത്ര നേരം എവിടെയായിരുന്നു? അമ്മയ്ക്ക് ഇത് പറഞ്ഞാ മതി. ഞാൻ ആ ഗ്രേസി ആന്റിയുടെ കടയിൽ നിന്ന് ഊപ്പാട് വന്നു. ഇന്നലെ തരാന്ന് പറഞ്ഞിരുന്നാ. ഇത് തന്നെ ആ സാലി ചേച്ചിയുടെ ഒറ്റ ഇൻഫ്ലുവൻസ് കൊണ്ട് കിട്ടിയതാ. സാലിയോ? അതെ. അവൾക്ക് എന്താടാ അവിടെ കാര്യം? അതെ സേതുവങ്ങളെ, സാലി ചേച്ചി വലിയ ഡാൻസറാ. സാലി ഡാൻസ് ചെയ്യോ? കൊള്ളാം. ഇവിടെ ഒന്ന് ജെനിക്ക് സ്റ്റെപ്സ് ഒക്കെ പറഞ്ഞു കൊടുക്കും. ഒന്നാന്തര ഡാൻസറാ. അതൊക്കെ പോട്ടെ ജെനിമോളെ, നീ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തോണം. പിന്നെ കൂടുതൽ ശ്രദ്ധിക്കണം കേട്ടോ. അത് പിന്നെ സേതോട്ടം പറഞ്ഞിട്ട് വേണല്ലോ അല്ലെ ജെനിമോളെ? ഓ എന്റെ മാതാവേ, ഇത്തവണയെങ്കിലും മഴക്ക് മക്കാണോ ഇല്ലാതെ കലോത്സവം ഒന്ന് കഴിഞ്ഞ് കിട്ടിയാ മതിയായിരുന്നു. എന്റെ പൊന്നു റോസമ്മേ, കരിനാക്ക് വളയ്ക്കല്ലേ. സേതുവേ, ആ മെമ്പർ കുഞ്ഞച്ചനും പരിവാരങ്ങളും അങ്ങോട്ട് വരാതെ നീ നോക്കിക്കോളാം. നീ എന്തൊക്കെ പറഞ്ഞാൽ അവന്മാർ എങ്ങനെയെങ്കിലും അവിടെ എത്തിയിരിക്കും. നോക്കിക്കോ. ആ ചൊക്കിളി ജോയും കുഞ്ഞച്ചനും കൂടെ പിള്ളേച്ചന്റെ കടയിലിരുന്ന് പറയുന്ന കേട്ടു. എന്തോന്ന് ഇത്തവണ കലോത്സവത്തിന് വരുന്നെന്നോ? ഇപ്പൊ എങ്ങനെയുണ്ട് ജോസേ ഞാൻ പറഞ്ഞത്? അടി നടന്നത് തന്നെ. വീണ്ടും കരുതാക്ക് വളച്ചു. അടി നടക്കും. Next test number is 333. നന്നായി വരട്ടെ. ശരി സാർ. എന്തായി മോളുടെ എത്രാമതാ? ഇപ്പൊ കളിക്കുന്ന കുട്ടിയുടെ കഴിഞ്ഞ അടുത്ത മോളുടെയാ. പെട്ടെന്ന് പോണം. എന്നാ പെട്ടെന്ന് ശരി പപ്പ. വേഗം. പിള്ളച്ചേട്ടാ, ഇന്നപ്പോ കടയിലെ കാര്യങ്ങളൊക്കെ
അല്ല കട അവളെ ഏൽപ്പിച്ചിട്ട് വന്നിരിക്കുക. കൂടെ ആ ചൊക്കിളി ഉണ്ട്, അതുകൊണ്ട് വലിയ പേടിയൊന്നുമില്ല. വല്ല വിലപിടിപ്പുള്ള സാധനങ്ങളാണോ പൊതിയില്? അതെ, ഇന്നലെയും മെനിഞ്ഞാന്നും മിച്ചം വന്ന കുറച്ച് പരിപ്പ് കൂടെയാ. പഴയ പോലെ പശു മേറ്റി പോട്ടെന്ന് വിചാരിച്ചു. പിന്നെ വർണ്ണക്കടലാസിൽ പുതിയ അറിയത്തില്ല. സ്വഭാവം മാറിയില്ല പിള്ളച്ചേട്ടന്റെ. ജെനിമോളെ. ആഴ് കേസുകളെല്ലാം കൂടെ വരുന്നുണ്ട്. ഞാൻ സ്റ്റേജിൽ കാണും. വേഗം വാ. ഞാനേ ജെനിമോളുടെ അനുഗ്രഹം വാങ്ങാനായി വന്നു. ഓ കേട്ടോ ഉണ്ടോ മെമ്പറെ, ജനിക്കുഞ്ഞിനെ അനുഗ്രഹിക്കാനല്ലേ നമ്മൾ വന്നത്? ഞാൻ എത്ര മണ്ടനൊന്നും അല്ല പിള്ളച്ചേട്ടാ. ഞാനേ ഈ ജെനിമോളുടെ ടെൻഷൻ ഒന്നും മാറ്റാനായി പറഞ്ഞതാണ്. അല്ല, അതിപ്പോ ഇവിടെയുള്ള എല്ലാവർക്കും മനസ്സിലായി. ഫോൺ ഒരു മിനിറ്റ്. ഹലോ, അതെ, ആനമല മെമ്പർ കുഞ്ഞച്ചൻ. സമയം ഇന്നോ? അത്യാവശ്യമാണോ? വരാം, ഞാൻ വരാം. പിള്ളച്ചേട്ടാ, ഈ മൂന്നാറിലെ ഗസ്റ്റ് ഹൗസ് ചെയ്യുന്ന മിനിസ്റ്റർക്ക് എന്നെ കാണണമെന്ന്, അദ്ദേഹത്തിന് എന്നെ കാണണമെന്ന് ഒരേ നിർബന്ധം. പോകാതിരിക്കാൻ പറ്റില്ല പറ്റില്ല. കുഞ്ഞച്ച പൊക്കോ, ഞാൻ മത്സരം കഴിഞ്ഞിട്ട് കുഞ്ഞിൻ ട്രോഫി ആയിട്ടങ്ങ് വന്നേക്കാം. ശരി. ജെനിമോളെ, ഈ നാടോടി നൃത്തം അസാധ്യമാണ് ചെയ്യണോക്കെ. അയ്യോ കുഞ്ഞച്ചനെങ്കിലെ നാടോടി നൃത്തമല്ല, മോഹിനിയാട്ടോ. എനിക്കറിയായിരുന്നു. കാണാം. അതെ, ഇച്ചിരി പരിപ്പോടെയാ. പിന്നെ കളിച്ച് തളരുമ്പോ കുഞ്ഞിന് കഴിക്കാൻ വേണ്ടിട്ടാ എന്റെ ഭാര്യ പ്രത്യേകം ഉണ്ടാക്കിയതാ. പോവാൻ തിരക്കുണ്ട്. പോയാലോ? സ്റ്റേജിലേക്ക് പോവാം. സമയമായി. എന്തുവാ എപ്പോഴാ എത്തിയതെന്ന്? ഇപ്പൊ എത്തിയേ ഉള്ളൂ. ഉടനെ പോകുമോ? ഉടനെ പോകും. അങ്കിൾ, മോള് നന്നായിട്ട് കളിക്കണം. ഒരു ടെൻഷനും വേണ്ട. എല്ലാ അനുഗ്രഹങ്ങളും മോൾക്കുണ്ടാവും. സമയം ഒരുപാടായി. പോവാം. അപ്പൊ പിന്നെ അപ്പൊ ഈ CD വേണ്ടേ? തണുപ്പുണ്ടോ റോസി? നോക്ക്, തണുപ്പുണ്ട്. പിടിക്ക. ഇങ്ങോട്ട് വന്നേ. മമ്മി ഞാനും കൂടെ നമുക്ക് അങ്ങോട്ട് പോവാം. എടാ നിങ്ങൾ വാ, ഒരു സപ്പോർട്ട് വേണ്ടേ? വാ വാ. അതെ, അടുത്ത് കളിക്കാൻ പോകുന്ന കുട്ടിയുണ്ടല്ലോ, നമുക്ക് വേണ്ടപ്പെട്ട കുട്ടിയാ. നമ്മുടെ കടയിൽ വന്ന് സ്ഥിരം ചായ കുടിക്കുന്ന തങ്കമ്മയുടെ ബന്ധുവാ. അപ്പൊ സാറല്ലേ മാർക്കിടുന്നത്, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൂട്ടിയിട്ടേക്കണം. നമ്പർ 300. അതെ, എന്താ? അതെ, നമുക്ക് വേണ്ടപ്പെട്ടൊരു കുട്ടിയാ, അതാ അടുത്ത് കളിക്കാൻ പോകുന്നത്. അവര് കളിച്ചോളും. 300 നമ്പർ. അങ്ങോട്ട് പോയേ. ഓരോ ശല്യങ്ങൾ വന്നോളൂ. പിടിക്കല്ലേ? നിങ്ങളൊന്നും മൈൻഡ് കേട്ടോ. മോഹിനിയാട്ട മത്സരം തുടരുന്നു. അടുത്ത ചെസ് നമ്പർ 305. ജഡ്ജസ് പ്ലീസ് നോട്ട് ദിസ് നമ്പർ 305 ഓൺ സ്റ്റേജ്. കുറ്റമാക്കാനുള്ളതുകൊണ്ട് നമ്മൾ ജീവിച്ചു പോകണം. നമ്മുടെ ജെനിമോളുടെ പടം എവിടെ? പത്രത്തിലെ. കൊള്ളാലോ, കലക്കിയിട്ടുണ്ടല്ലോ. ഇന്ന് ഇതൊക്കെ കാശ് കൊടുത്താലും സുഖമായിട്ടിടാം. ഓ പിന്നെ കിട്ടാത്ത മുന്തിരി പുളിക്കും നടക്കുന്നൊരു പുളുന്ത. ചായ അങ്ങോട്ട് കൊടുക്ക. അത് നേരാ. നൃത്തത്തിലാണേലും പഠിത്തത്തിലാണേലും നമ്മുടെ ജെനിമോളെ വെല്ലാൻ ഈ ആനമലയിൽ വേറെ ആരും തന്നെ ഇല്ല. ഞാൻ പറഞ്ഞ ശരിയല്ലേ? അതെ, ശരിയാ. ഫസ്റ്റ് പാർട്ടിയോട് അഭിപ്രായം ചോദിക്കുന്നേ. പുട്ടിന്റെ കണക്കല്ലാതെ ഇവര് വേറെ എന്തറിയാം? അയ്യോ, കാടളക്കി വരിക. മൊത്തം കളർഫുള്ളിലാണല്ലോ. ഞാൻ കൊടുക്കുന്ന പുട്ടിന്റെ പഴത്തിന്റെ കൊഴുപ്പാ ഉരുണ്ട് വരുന്നത്. ഹലോ, ഗുഡ് മോർണിംഗ്. അതെ, നമസ്കാരം. പുട്ടെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടാ. ശരി. അല്ല കുഞ്ഞച്ചാ, ഇത്തവണയെങ്കിലും ഒരു MLA സീറ്റ് കിട്ടുവോ? പിന്നെ നമ്മുടെ ചായക്കടയിൽ കുഞ്ഞച്ചനൊരു സീറ്റ് ഉറപ്പല്ലേ? അതവനെ സ്വന്തം കാര്യം. ഓ കുഞ്ഞച്ചാ, ചൊക്കുളി ഒരു പാവല്ലേ? അതെ, കുഞ്ഞച്ചനെ അങ്ങനെ അങ്ങ് കൊച്ചാക്കണ്ട. ഭാവിയിലെ ഒരു MLA എങ്കിലും കുഞ്ഞച്ചനെ ഇന്ന് പ്രതീക്ഷിക്കാം. ഇനിയിപ്പൊ ആരുടെയെങ്കിലും കാലുവാരിയിട്ടാണെങ്കിലും MLA ആകും. എന്റെ പിള്ളച്ചേട്ടാ, അങ്ങനെ പറഞ്ഞു കൊടുക്ക്. ഇവിടെയുള്ള ചില മറ്റോന്മാർക്ക് കുഞ്ഞച്ചനെ കുറിച്ച് അറിയണമെങ്കിൽ അങ്ങ് തലസ്ഥാനത്തോട്ട് വരാൻ പറ. ഓ പോട്ടെ കുഞ്ഞച്ചാ, അവനൊരു തമാശ പറഞ്ഞതല്ലേ. എന്റെ സാലിമോട് പറഞ്ഞതുകൊണ്ട് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. പേര് ഒത്തിരി ഇട്ടിട്ടുണ്ട്. ഇതേ പറ്റില്ല, എഴുതിക്കോ. എന്താ ഇത്ര വിളിക്കുന്നേ?
അല്ല ഇതിനെന്നാ പറ്റി? ഉപദ്രവിക്കല്ലേ അങ്ങനെയെങ്കിലും അവന്റെ ശരീരം ഒന്ന് അനങ്ങട്ടെ. തിന്ന് പുട്ട് ദഹിക്കണ്ടായോ? അയ്യോ നേരം പോയി, ഞാൻ പോട്ടെ, എല്ലാരും കാണാം. പഴം വേണ്ടായോ? സാലിമോളെ ഞാനും വരുന്നു, എനിക്ക് ജോസാറിനെ ഒന്ന് കാണണം കേട്ടോ. എന്റെ പൊന്നു ചൊക്ലി, ദേവി ഇത് പാവപ്പെട്ടൊന്ന് ജീവിച്ച് പോട്ടടെ, ഉപദ്രവിക്കരുത്. വരുന്നു സാലി. ആരുടെ കൂടെ? സാലിയമ്മയുടെ കൂടെ. കുഞ്ഞച്ചന് പിടിപ്പത് പണിയാ. മെമ്പർ എന്ന് വെച്ചാ ഒരു പരസഹായി അല്ലയോ? അങ്ങനെയൊന്നും പറയാതെ പിള്ളേ. എന്തേ നിനക്ക് പോണോ? അവള് പരസഹായം ചെയ്തു തരും, ചെല്ലേ. പിന്നല്ലാതെ. ഓ, അർമോണിപ്പൊട്ടി തുറന്നു വെച്ചല്ല, അടയ്ക്കേ. ഓ, ഇന്നും താമസിക്കും. അയാളുടെ വായിലിരിക്കുന്നതും കേക്കും. സാലിക്കുട്ടി, അതെവിടുന്ന? സാലിക്കുട്ടി നിക്കേ, ഇത് എന്തൊരു സ്പീഡാ. ആഹാ, പതുക്കെ പോയാ നേരത്തെ എത്തുവോ കുഞ്ഞച്ചാ? എത്ര ദൂരം ഒരു ദിവസം ചവിട്ടി മതിക്കേണ്ടെന്ന് അറിയാവോ? അത് നേരാ സാലിക്കുട്ടി, ആ കാര്യത്തിൽ സാലിക്കുട്ടിയെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, ഇങ്ങനെ കമ്പനിയുടെ കാര്യം മാത്രം നോക്കി നടന്നാൽ മതിയോ? സാലിക്കും വേണ്ടേ ഒരു ജീവിതം? ഓ, ആഗ്രഹം ഇല്ലാഞ്ഞിട്ടല്ലോ കുഞ്ഞച്ചാ, എന്നെ സംശയിക്കാത്ത ഒരാളെ കിട്ടണ്ടേ? എന്താ അങ്ങനെ ഒരാളെ കിട്ടിയാലോ? എങ്ങനെ ഒരാള്? എന്നെ പോലെ സംശയിക്കാത്ത ഒരാളെ. കുഞ്ഞച്ചനോ? അയ്യടാ, എന്റെ കുഞ്ഞച്ച ആദ്യം സ്വന്തം ഭാര്യക്ക് ചെലവിന് കൊടുക്കാൻ നോക്ക്, എന്നിട്ട് നമുക്ക് ആലോചിക്കാം. ആരാ പറഞ്ഞു ഞാൻ അവക്ക് ചെലവിന് കൊടുക്കുന്നില്ലെന്ന്? അവള് പിന്നെ എങ്ങനെ ജീവിക്കുന്നേ? അല്ല, അതിപ്പോ മോളി ചേച്ചി ആയിരിക്കും അല്ലേ? അതെങ്ങനെ മനസ്സിലായി? മറ്റൊരു പെൺകുട്ടിയോട് സംസാരിച്ചിരിക്കുമ്പം സ്വന്തം ഭാര്യയുടെ ഫോൺ വന്നാ എല്ലാ ആണുങ്ങളുടെ മുഖത്ത് ദേ ഇതുപോലൊരു ഭാവം വരും. എങ്ങനെ? അല്ല, ഒരുമാതിരി ചാണകത്തിൽ ചവിട്ടിയതുപോലെ. അല്ല, നിങ്ങൾ സംസാരിക്കും, ഞാൻ പോട്ടെ, ധൃതിയുണ്ട്. രാവിലെ വന്നോളൂ ശൃംഗരിക്കാനായിട്ട് ഓരോ ഇപ്പഴാണ് ഫോൺ ചെയ്യാൻ തോന്നിയ സമയം. ഞാൻ ഇവിടെ തന്നെ ഉണ്ടോ നിനക്ക് അറിയത്തില്ലയോ? പിന്നെ കൊച്ചിന്റെ കരപ്പിനും ഇതൊക്കെ എങ്ങനെയുണ്ട്? കർത്താവേ, കൊച്ചിന് വയറിളകാക്കൊണ്ടൊരു സമയം. ഗുഡ് മോർണിംഗ് സർ. സോറി സർ, കുറച്ച് ലേറ്റ് ആയി പോയി. അതിനാണോ ഈ പരക്കം പാഞ്ഞു വന്നത്? ഞാൻ അച്ഛൻ അടിക്കാൻ വന്നതാണ്. കയറിക്കോ. ഇന്ന് നല്ല മൂഡിലാണല്ലോ. മൂഡ് മാറുന്നതിന് പൊയ്ക്കോ. ഭയങ്കര സന്തോഷം തോന്നുന്നു മനസ്സിന്, ഏതാണ്ടൊക്കെ നേടിയതുപോലെ. നേടിയല്ലോ ജോസേ, ജനിമോള്. അതിന്റെ സന്തോഷവും അഭിമാനം കാണാതിരിക്കുവോ? അവളും മിടിക്കാടോ, പക്ഷെ അതിന്റെ പകുതി ക്രെഡിറ്റ് തന്റെ മക്കൾക്ക്. പറഞ്ഞു തീർന്നില്ല, ദേ വന്നല്ലോ ജീവൻ. ജീവ, എന്തായി ബാംഗ്ലൂർ സെറ്റിൽമെന്റ് ഒക്കെ? ലീഫ് കളക്ഷൻ കുറവാണെങ്കിൽ നാളെ ചിലപ്പോ കവർ ചെയ്യാൻ നോക്കും. എടാ, അവിടുന്ന് ബാംഗ്ലൂരിൽ നിന്ന് ഫോൺ വന്നിരുന്നു. ഫുൾ ഓടി ആഴ്ച അയക്കണമെന്നാ പറയുന്നത്. ഇനിയും 3-4 ദിവസം ഉണ്ടല്ലോ, ശരിയാവും. അപ്പൊ അങ്ങനെ അങ്ങ് വിശ്വസിക്കാം അല്ലേടോ? നീ വേഗം വീട്ടിലേക്ക് ചെല്ലേ. അമ്മയ്ക്ക് എന്തോ വാങ്ങണം. ടൗണിലേക്കാണെങ്കിലേ ജനിയെ കൂടെ കൂട്ടിക്കോളാം. പിന്നെ ആ കുഞ്ഞച്ചനെ എങ്ങനെ വഴി കണ്ടാലേ ഒന്ന് അന്വേഷിച്ചത് പറയണേ. പറഞ്ഞേക്കാം. ജീവൻ ഇവിടെ ഉള്ളത് നമുക്കൊരു കൈത്താങ്ങ. പക്ഷേ ഇവിടുത്തെ ഈ നക്കാപ്പിച്ച വരുമാനം കൊണ്ട് ഒന്നും ഒരു രക്ഷയുമില്ല. അവനെ നമുക്ക് നല്ല നിലയിലെത്തിക്കണം. ഞാൻ ആ ബാംഗ്ലൂർ അച്ചായനോട് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അവന്റെ കാര്യത്തിൽ എന്നെക്കാട്ടുള്ള ശ്രദ്ധയും താല്പര്യം നിനക്കുണ്ടെന്ന് എനിക്കറിയാം. പിന്നെ ദൈവമാണല്ലോ എല്ലാവരുടെയും തലവര നിശ്ചയിക്കുന്നത്. അത് നേരെ. ഞാൻ ഇവിടെ ഇരിക്കൂ. കൊണ്ടോ എന്ത് പായസോ മോളെ? ചെറുപയർ പരിപ്പോ? സ്പൂണും കൂടെ എടുത്തൂടെ? ക്ലാസ് ആയിട്ടുണ്ട്. സൂപ്പർ പായസം മോളെ. അച്ഛന്റെ പോക്കറ്റ് മണിന്ന് പിശുക്കി ഉണ്ടാക്കിയ കാശ ഇവൾക്ക് വേണ്ടി പൊട്ടിക്കുന്നേ. ഒരു പായസം ഉണ്ടാക്കി, അതിനാ. ഏട്ടൻ അതുപോലും ചെയ്തില്ലല്ലോ, അല്ലേ അങ്കിൾ? അവൾ അതെങ്കിലും ചെയ്തു, നീ എന്തെങ്കിലും ചെയ്ത? അല്ല,
എല്ലാവരുടെയും കഴിയട്ടെ എന്ന് കരുതി. എന്നാലല്ലേ ഒരു വെറൈറ്റി ഉള്ളൂ. നമ്പർ നീ പോടി. പിള്ളേരുടെ കളിയും ചിരിയും സ്നേഹവും തന്നെ ധാരാളം അല്ലേ ജയ? ശരിയാ, പക്ഷെ ചിരിയും കളിന്റെ ഇടയിൽ പഠിത്തം കൂടി നടന്നാ മതി. അമ്മ തുടങ്ങി ലിസി ആന്റി വർഗീസ് അങ്കിളിനൊക്കെ വിളിച്ചായിരുന്നോ പപ്പ? എപ്പോഴേ അതെ, വർഗീസ് സാർ നമുക്ക് വെറും ഒരു എസ്റ്റേറ്റ് ഉടമ മാത്രമല്ല, അദ്ദേഹം നമ്മുടെയൊക്കെ ഒരു കാരണവർ തന്നെയല്ലേ. പിന്നല്ലാതെ. നീ എല്ലാരെയും വിളിച്ചോടാ? എന്നെ ഏൽപ്പിച്ചവരെല്ലാരും ഞാൻ വിളിച്ചിട്ടുണ്ട്. ബാക്കിയുള്ളവരൊക്കെ അധ്യക്ഷം വിളിച്ചോളൂ. അധ്യക്ഷനോ? മെമ്പർ കുഞ്ഞത്തെ. അയാളോ? എടീ, അവനെ കാര്യങ്ങളൊന്ന് ഏൽപ്പിച്ചു കൊടുത്താൽ മതി, ബാക്കിയല്ല അവൻ തന്നെ ചെയ്തോളും. അവൻ ആളൊരു പുലിയാ. എന്റെ മാതാവേ. എനിക്കിവിടെ ഒന്നും തൃപ്തിയായില്ലേ? പായസം കുടിക്കാമല്ലോ. കുടിക്കും. 80 വയസ്സിന് മുകളിലുള്ളവർക്ക് മാസം 500 രൂപയും പെൻഷൻ നൽകുന്നു. ചേച്ചി, എന്താ കുഞ്ഞച്ചാ? ചേച്ചി എന്തുണ്ട് വിശേഷം? എന്ത് വിശേഷം? ഞങ്ങൾ ഇങ്ങനെയൊക്കെ കഴിഞ്ഞു പോകുന്നു മെമ്പറെ. ചേച്ചിക്ക് വിശേഷമുള്ളപ്പോ അറിയിക്കാം. ചേട്ടനോടല്ല. പിള്ളച്ചോ, ഒരു പുട്ടുകൂടെ എടുത്തേ. മാത്താ അടങ്ങ് കൊണ്ട് തരാം. അങ്ങോട്ട് ചെയ്യേ. ഇനിയിപ്പോ ഞാൻ അറിയാതെ വിശേഷം വല്ലതും ഉണ്ടോ? ഒന്ന് അടങ്ങ്, കൊണ്ട് തരും. ഈ വാങ്ങിച്ചു വെച്ചിരിക്കുന്ന ഉറവെല്ലാം കൂടെ എടുത്തും തോന്നിയ ദിവസം കാണിക്കാന്നോ? ഇതടുത്ത് അകത്തോയി. ഇല്ലെങ്കിൽ നിങ്ങളാ ഇതൊക്കെ ചെയ്യുന്നേ? കുഞ്ഞച്ചോ, എന്തുവാ 2 ദിവസം കൊണ്ട് കാണുന്നില്ലല്ലോ? ചേട്ടാ, സമയം വേണ്ടേ? നമ്മുടെ നാട്ടിലൊരു നല്ല കാര്യം നടക്കുമ്പോ എനിക്കതിൽ ഇറങ്ങാതിരിക്കാൻ പറ്റുമോ? ജനപ്രതിനിധിയായി പോയില്ലേ? ചോക്ലേ, നീ നിന്റെ പണിയാകടാവേ. അതാണ് ഈ ചെയ്തോണ്ടിരിക്കുന്നത്, കണ്ടില്ലേ? അത് ഞാൻ നിനക്കേ സൗകര്യം പോലെ പറഞ്ഞുതരാം. പിള്ളച്ച, ഒരു കാര്യം ഞാൻ പറയാം, ഇവ നമുക്ക് ശരിയാവത്തില്ല. പാഷാണത്തി ക്രിമിയാണ്. പിള്ളച്ചേട്ടനാണ് ഇവനെ വഷളാക്കുന്നത്. പിന്നെ ഒരു കാര്യമുണ്ട്, നമ്മുടെ ജനിക്കുഞ്ഞിനെ ആദരിക്കുന്ന ചടങ്ങുണ്ട് വൈകിട്ട്. അപ്പൊ നമ്മളെല്ലാരും വേണം. ഉണ്ടായാ മാത്രം പോരാ, നമ്മുടെ എല്ലാം വകയായിട്ട് എന്തെങ്കിലുമൊക്കെ സമ്മാനം നമ്മൾ അങ്ങോട്ട് കൊടുക്കണം. അത് വേണോ? പിന്നെ നിങ്ങളാൽ കഴിയുന്നത് തന്നാ മതി, ഞാൻ തന്നെ പോയി കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യാം. അല്ല, അത് വേണം. അത് വേണം പിള്ളേച്ച, അത് ചെയ്യണം. അല്ലെങ്കിലേ നമ്മൾ വളരെ ചീപ്പായിട്ടുള്ള ആൾക്കാരെന്ന് നാട്ടുകാർ പറയും. അത് ശരിയാ. പിന്നെ വേറൊരു കാര്യം, ഇങ്ങോട്ട് നോക്കിയേ, പലരും പല പല രീതിയിലുള്ള സംഭാവനകളും നോട്ടുകളും ഒക്കെ തന്നിട്ടുണ്ട്. വലിയ തുകയൊക്കെ ഇതിപ്പോ എന്റെ ഇതേ ഉള്ളൂ. ഉള്ളത് മതി. ഇതിൽ കൂടി ഞാനും ഉണ്ട്. കുഞ്ഞച്ചാ, എന്തോ ഇന്നലെ മുതൽ എനിക്ക് തീരെ വയ്യ. ചുമയുണ്ട് കേട്ടോ. ചുമയും പനിയെന്നാ തോന്നേ. ദാ എന്റെ കയ്യില് ഇത്രയോ. ശരി, ആയിക്കോട്ടെ, ഉള്ളതായിക്കോട്ടെ. ഒരു പുട്ടിങ്ങോട്ടെ, പുട്ട്. എന്റെ അമ്മോ, ഈ മാത്തിന് 10 കുറ്റി പുട്ട് 1 കിലോ പഴം എടുത്ത് മറ്റേ അണ്ണാക്കിലോട്ട് തിരികെ കൊടുക്ക്. 2000, 3000. മാത്തിന് ആള് ഡീസന്റാ. ജർമ്മനിന്ന് അവന്റെ അപ്പനും അമ്മയും ശരിക്ക് കാശ് അയച്ചു കൊടുക്കുന്നുണ്ട്. കഴിച്ചോ 3000. മുന്നിൽ കയറി ഇരിക്കുന്ന കണ്ടില്ലേ? പിടിച്ചു മാറ്റും. ഭാഗ്യത്തിന് പ്രശ്നങ്ങളൊന്നുമില്ല. ആദ്യമായി ഈശ്വര പ്രാർത്ഥനയ്ക്കായി നമ്മുടെ ടീ എസ്റ്റേറ്റിന്റെ വാനമ്പാടി സൂര്യഗായത്രിയെ ക്ഷണിക്കുന്നു. സൂര്യ, പ്ലീസ്. അങ്ങോട്ട് നീ അവിടെ പാടിക്കോളൂ. എന്നോട് ഇത്ര ബഹുമാനം വേണ്ട. ഇരുന്നുള്ളൂ. ഈശ്വര പ്രാർത്ഥനയായിരുന്നു. ഈശ്വരൻ വസിക്കും മണ്ണിൽ നമ്മൾ സത്യവും ധർമ്മവും കാക്കണം, സ്നേഹവും നന്മയും പോയിടും ഈ നാളിൽ മർത്യനു തിരികെ നൽകിയിടും. നമ്മൾ തെറ്റുകളെല്ലാം ത്യജിക്കണം. ഇഹത്തിൽ വാഴും മാനവരെല്ലാം കർമ്മനിരതരായി വാഴുന്നു. മോക്ഷപ്രാപ്തികൾ നേടാനും ഭഗവത് കാരുണ്യം ലഭിക്കണം. അത് ദൈവം നമ്മൾക്ക് നൽകിയിടും. ഈ ചടങ്ങിൽ അധ്യക്ഷനാകാൻ കഴിഞ്ഞതിൽ എനിക്ക് വളരെ അഭിമാനമുണ്ട്. നമ്മുടെ നാടിന്റെ
ഈ സുന്ദര മുഹൂർത്തത്തിൽ പങ്കാളികളാകാൻ കഴിഞ്ഞ നമ്മുടെ പ്രിയങ്കരായ വർഗീസ് സാറിന് ലിസി മാഡത്തിന് പ്രത്യേകം അഭിനന്ദനങ്ങൾ. അതുപോലെ തന്നെ ഈ വേദിയിലുള്ള ബാക്കി അടുത്ത പ്രാവശ്യം ഇതൊന്ന് തീർക്കണം. 2 വാക്ക് സംസാരിക്കുന്നതിനായി സേതു സാറിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇത് ഒരു സ്നേഹക്കൂട്ടായ്മയാണ്. ഇങ്ങനെ ഒരു ഒത്തുചേരൽ ഒരു പക്ഷേ ഇവിടെ ആദ്യമായിട്ടായിരിക്കും. ഇന്ന് ഞാൻ ഓർക്കുന്നത് കുഞ്ഞിക്കാലുകളിൽ ചിലങ്ക അണിഞ്ഞുകൊണ്ട് എന്റെ മുമ്പിലേക്ക് കടന്നു വന്ന ആ കുഞ്ഞ് ജനിമോളെയാണ്. ഇന്നവൾ വളർന്നു വലുതായി കലാതിലകമായി നമ്മുടെ നാടിന്റെ അഭിമാനമായി മാറി. ഈശ്വരൻ ജനിക്കും കുടുംബത്തിനും ഒരുപാട് നന്മകളും നേട്ടങ്ങളും നൽകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകളെ നിർത്തുന്നു. നന്ദി. അടുത്തതായിട്ട് പിന്നെയും പോകുന്നു. നമ്മളെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്ന ഒരു ചടങ്ങാണ്. എന്താ? ആദരിക്കൽ ചടങ്ങാണ്. അതിനുവേണ്ടി നമ്മുടെ ടി എസ്റ്റേറ്റിന്റെ ഉടമ പ്രിയങ്കരനായ വർഗീസ് സാറിനെയും ലിസി മാഡത്തെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അതിനായിരുന്നു. താങ്ക് യു അങ്കിൾ. താങ്ക് യു ആന്റി. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന മാന്യ വ്യക്തികളെ, പ്രത്യേകിച്ചും വളർന്നു വരുന്ന കലാകാരിയായ ജനിമോൾ ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഈ ധന്യമുഹൂർത്തത്തിന് സാക്ഷ്യം വഹിച്ച എല്ലാവർക്കും, ഒപ്പം ഈ വർഷത്തെ കലാതിലക പട്ടം നേടിയ ജനിമോൾക്കും എന്റെ നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. താങ്ക് യു. നമ്മുടെ ഇന്നത്തെ താരം, നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരിയായ ജെനി ഇനി നമ്മളോട് 2 വാക്ക് സംസാരിക്കാം. ജെനി പ്ലീസ്. അതൊക്കെ നേരെ ഇരിക്കുന്നത്. എല്ലാവർക്കും എന്റെ നമസ്കാരം. ഇന്ന് എന്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരു സുദിനമാണ്. വർഗീസ് അങ്കിൾ, ലിസി ആന്റി, എന്റെ പപ്പ, മമ്മി, സേതു അങ്കിളും കുടുംബവും നാട്ടുകാരും നിങ്ങളോട് എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, ഗുരുക്കന്മാരിൽ നിന്ന് ലഭിച്ച ഈ കല ഉപാസിക്കാൻ ഞാൻ കൂടുതലായി പരിശ്രമിക്കും. നന്ദി. ആ നിക്ക് കോളേജിലെ വലിയ താരമല്ലേ, ധാരാളം കൂട്ടുകാരൊക്കെ കിട്ടുമ്പോ നമ്മളെ മറക്കോ? ഒന്ന് വെറുതെ ഇരിക്കേട്ടാ, ഇത് ആദ്യമായിട്ടൊന്നല്ലോ 1ാം സ്ഥാനം വാങ്ങുന്നത്. എനിക്ക് എന്റെ പപ്പയുടെ സ്വഭാവം ജയന്തി സേതുങ്ങളൊക്കെ പറയുന്നത്. അതിലപ്പുറം എനിക്കൊന്നും വേണ്ട കേട്ടോ. ഓ എന്നാ ശരി, വൈകിട്ട് ഞാൻ വിളിക്കാൻ വരത്തില്ല. ഫാക്ടറി കുറച്ച് പണിയുണ്ട്. നിങ്ങൾ കോളേജ് ബസ്സിൽ കയറി അങ്ങോട്ട് വാ, അവിടെ നമുക്ക് ഒരുമിച്ച് പോവാം. അല്ല സർ, നമ്മുടെ കാഷ്വൽ വർക്കേഴ്സിന്റെ കുറച്ച് ഡെയിലി വേജസ് പെൻഡിങ് ഉണ്ടായിരുന്നു. അത് ശരിയാക്കാം. സാലി ചെല്ലു. ഓക്കെ സർ. നമസ്കാരം സർ. നമസ്കാരം. നമസ്കാരം. എന്താ സാർ, എല്ലാം ഓക്കെ ആയോ? യെസ് ഷുവർ. ഇല്ലെങ്കിൽ ഇത്രയും നാൾ കഷ്ടപ്പെട്ടതൊക്കെ വെറുതെ ആയി പോവില്ലേ? ആശ്വാസമായി. എല്ലാം സാറിന്റെ കഴിവ് തന്നെ. ഒരുമയുണ്ടെങ്കിൽ നേടാൻ കഴിയാത്തതൊന്നുമില്ല. വർഷങ്ങളായുള്ള നമ്മുടെ സ്വപ്നമാ തനിമാറ്റി ഫോറിൻ കൺട്രീസിൽ എത്തിക്കുക എന്നുള്ളത്. അത് നടക്കും. അല്ല സാർ, ഇതോടുകൂടി നമ്മുടെ തൊഴിലാളികളുടെ പ്രശ്നങ്ങൾക്കും ഉറപ്പായി. പിന്നെ ഫാക്ടറിയെ കുറിച്ച് റിപ്പോർട്ട് തയ്യാറാക്കാൻ CT ഗ്രൂപ്പ് ആളെ അയച്ചിട്ടുണ്ട്. ഒന്ന് ശ്രദ്ധിച്ചോണം കേട്ടോ. പിന്നെ നോക്കിക്കോളാം. നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്. 10-20 വർഷങ്ങളായി നിങ്ങൾ എസ്റ്റേറ്റിൽ നിന്നും അകലെ ടൗണിലേക്കുള്ള ബൈപ്പാസിലാണല്ലോ താമസിക്കുന്നത്. അരമണിക്കൂറോളം വേണം അവിടെ എത്താൻ. അല്ല, അതിപ്പോ എസ്റ്റേറ്റിലെ സൗകര്യങ്ങൾ പരിമിതമായിരുന്നല്ലോ. ഇപ്പോൾ നമ്മുടെ സ്ഥിതിയും ഏറെ മെച്ചപ്പെട്ടിട്ടുണ്ട്.
എൻ്റെ ബംഗ്ലാവിനടുത്ത് നമ്മുടെ 5ാം ബ്ലോക്കിൽ 2 വില്ലകൾ നിങ്ങൾക്കായി പണിയാൻ ടെൻഡർ കൊടുക്കുകയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി കണക്കിലെടുത്ത് നീങ്ങുന്നതാ എനിക്കിഷ്ടം. രണ്ടാളും ഓഫീസ് ടൈം കഴിഞ്ഞ് എൻ്റെ ക്യാബിനിലേക്ക് ഒന്ന് വന്നേക്കണം കേട്ടോ. ഓക്കെ. വിഷ്ണു ആണോ? അതെ. ആ ഹലോ, ഡാഡി ഇപ്പൊ വിളിച്ചിരുന്നു. ഹലോ വിഷ്ണു, മകനാണ് വരുന്നതെന്ന് ഇപ്പോഴാണ് അറിഞ്ഞത്. ഡാഡി അങ്ങനാ. യാത്രയൊക്കെ സുഖമായിരുന്നോ? ആ, 7-8 വർഷം മുമ്പ് ഡാഡിയോടൊപ്പം ഞാനിവിടെ വന്നിട്ടുണ്ട്. അന്നും ഇന്നും വലിയ മാറ്റമൊന്നുമില്ല. ഇവിടെ ഇപ്പൊ എത്ര സ്റ്റാഫുണ്ട്? ടോട്ടൽ 225 പേരുണ്ട്. ഇവിടുത്തെ ടീയെ കുറിച്ച് ഡാഡിക്ക് നല്ല മതിപ്പാ. അല്ല, നമ്മുടെ കമ്പനിയുമായിട്ട് ഡാഡിക്ക് നല്ല ബന്ധമായിരുന്നു. പിന്നെ അദ്ദേഹം ദുബായിക്ക് പോയപ്പോഴാണ് ഒരു ചെറിയ ഗ്യാപ്പ് വന്നത്. ഇതെന്റെ മകൻ ജീവൻ. ഹലോ. ഹായ്. നമ്മുടെ സിറ്റി ഗ്രൂപ്പ് ചെയർമാന്റെ മകനാ വിഷ്ണു. ഇൻസ്പെക്ഷൻ വന്നതാണ്. ശരി. എനിവേ എനിക്കൊന്ന് ഫ്രഷ് ആവണം. പോയി ഗസ്റ്റ് ഹൗസ് കാണിച്ചോളൂ. ശരി അങ്കിൾ. എന്റെ പിന്നാലെ വന്നാൽ മതിയോ? ആ പോയവന്റെ കയ്യിലാ കമ്പനിയുടെ വിദേശ ഭാവി. ചേച്ചി എത്രയായി? 38. ബാക്കി ഞാൻ പിന്നെ തരാടാ. മതി മതി. നീ ഇങ്ങനെ ബാക്കി വെച്ച് കൊടുക്കാൻ ബാക്കി വാങ്ങിക്കാൻ വീട്ടിൽ കയറി വരും. ഓ കിണിക്കണ്ട കിണിക്കണ്ട. നിന്നെ കൂടെ ഉദ്ദേശിച്ചല്ലേ ഞാൻ ഈ പറഞ്ഞത്. കിണിക്കുക. എക്സ്ക്യൂസ് മീ, ഇത് ആനമടയാണോ? അല്ല, ഇത് ചായക്കടയാ. പുട്ട വെച്ച് വെച്ചിരിക്കുന്നത് കണ്ടില്ലയോ? സോറി ബ്രോ, ഞാൻ ആനമല എന്നാ ഉദ്ദേശിച്ചത്. ആര് വന്നാലും ചാടി ഗണിച്ചോണം. നീ ഉദ്ദേശിച്ച ബ്രാൻഡ് അല്ല. ബ്രോക്കർ ബ്രോക്കർ ബ്രോക്കർ. ഇയാളെന്താ? അല്ല, നിങ്ങളെ ഇതിനു മുമ്പ് ഇവിടെ കണ്ടിട്ടില്ലല്ലോ മിസ്റ്റർ ബ്രോ. അതിന് ഇതിനു മുമ്പ് ഞാനിവിടെ വന്നിട്ടില്ലല്ലോ ബ്രോ. ഞാൻ അപ്സരകുമാർ. ഞാൻ മെമ്പർ കുഞ്ഞച്ചൻ. ഞാൻ ചോക്ലേറ്റ്. ഞാൻ പിള്ളാച്ചൻ. അത് പിള്ളാച്ചി. നമ്മൾ രാമൻകുട്ടി. ഞാൻ മാത്തൻ. അല്ല, കടുപ്പത്തിലൊരു ചായ എടുക്കട്ടെ അപ്സരകുമാര? അയ്യോ വേണ്ട, ഒരു 10 മിനിറ്റ് ഇവിടെ നിന്നാ കൊള്ളാമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ചേട്ടന്റെ ചായയെ കുറിച്ച് അറിയാതുള്ള പാർട്ടി. അല്ല, ഇപ്പൊ എവിടുന്ന് വരുന്നു? ഫ്രം ബൈ കം ദേർ ഫ്രം ദുബായ്. ആഹാ, തന്നെ നല്ല അറിവുള്ളവനാ. അല്ല, എന്താണാവോ ഞങ്ങളുടെ ആനമലയിലേക്കുള്ള ആഗമനോദ്ദേശം? ബിസിനസ്, ഓൺലി ഫോർ ബിസിനസ്, ഫോർ കൺട്രി ഫെലോസ്. എന്ത് ബിസിനസ്സാ ഈ പറഞ്ഞേ? ഇവിടുന്ന് കുറച്ച് തേയില പറിച്ച് നമ്മൾ പ്ലാസ്റ്റിക് കവറിലാക്കി ദുബായിലേക്ക് കയറ്റുമതി ചെയ്യുന്നു. ദാറ്റ്സ് ഓൾ. ഇറ്റ്സ് വെരി സിമ്പിൾ. അപ്പൊ തേയില കച്ചവടമാണെന്ന് പറ. നോ നോ നോ, തേയില എക്സ്പോർട്ടിംഗ്. അതുമായി ബന്ധപ്പെട്ട് തനിമ എസ്റ്റേറ്റ് ഓണർ വർഗീസ് സാറിനെ കാണാൻ വന്നാണ് ഞാൻ. തന്നെയുമല്ല, ഞാനൊരു പ്ലേ ബാക്ക് സിംഗർ ആണ്. ന്യൂ ജനറേഷൻ പ്ലേ ബാക്ക് സിംഗർ ആണോ? അല്ല, ഇപ്പൊ ഈ സിനിമ പാട്ടൊക്കെ പാടുവോ? പിന്നെ പാടുമല്ലോ. ഒരു പാട്ട് പാടിയാട്ടെ. ഒരു പാട്. അഞ്ജന കണ്ണെഴുതി ആലില താലി ചാർത്തി അറപ്പുറവാതിലിൽ ഞാൻ കാത്തു നിൽക്കേ. അഞ്ജന കണ്ണെഴുതി ആലില താലി ചാർത്തി അറപ്പുറവാതിലിൽ ഞാൻ കാത്തു നിൽക്കേ. മണവാളനെത്തും നേരം കുടുംബയ ചൂടാനൊരു കുടമുള്ള മണിമാല കോർത്തു വയ്ക്കാം. അഞ്ജന അയ്യേ, ഇത് നമ്മുടെ അഞ്ജന കണ്ണെഴുതി ആ പാട്ടല്ലേ? ആ പാട്ടായിരുന്ന ഈ പരുവത്തിലാക്കി. നല്ല രസമായിരുന്നു. രസമല്ല, സാമ്പാറായിരുന്നു. This is new generation song. The best part. This is new generation. Excuse me. ചേച്ചി, which is the kilometer of the തേയില കമ്പനിയിലേക്കുള്ള വഴി? വരുന്നതല്ല, അവിടെ അടുത്തോട്ടല്ലോ പോകുന്നത്. ദുബായ്ക്കാരാ. ഇവിടെ 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 ചായ വാങ്ങിച്ചു കൊടുക്ക. ഞാൻ ചോദിച്ചില്ല. എന്തായാലും ഒരു ചായ കുടിക്കുന്നത് നല്ലതാ. ചായ കുടിക്ക്.
താങ്ക് യു. അയ്യോ ചൂടാണ്, കണ്ടാവ് കീറിപ്പോ ഇംഗ്ലീഷുകാരാ. എന്തോന്ന് കേറ്റുന്നത്. Who is the rupees of the glass of the tea? എന്തോ വല്ല പറഞ്ഞായിരുന്നോ? എന്താ പറഞ്ഞ? ചായക്ക് എത്ര രൂപയെന്ന്? അതായിരുന്ന ചേട്ടാ 6 6. അത് നിങ്ങൾ പറയുമ്പോ അത് 6 ആവും. എന്റെ പല്ലിന്റെ ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോ അത് 6 ആവും. Excuse me. ബാക്കി ടിഫായിട്ട് വെച്ചോ. ഓക്കെ. Excuse me. ഈ തനിമ തേയിലത്തോട്ടത്തിലേക്ക് വഴി ഇതുവരെ ആരും പറഞ്ഞു തന്നില്ല. അതെ വന്ന് ഈ എസ്റ്റേറ്റ് ബിൽഡിംഗ് വാക്കിംഗ് ഡിസ്റ്റൻസ് ഓഫ് ഹിയർ. Thank you my bro. Thank you. Oh, glass cool. No bro. He is കുഞ്ഞച്ചൻ. Okay. അടുത്തത് എന്തിയേ എന്തുവാ? പൊതിഞ്ഞിട്. ഇന്നും താമസിക്കും. ഞാൻ കൊടുത്തോളാം. ഇങ്ങോട്ട് വന്നേ. 2 മുട്ട പുഴുങ്ങിയത് ഇതിനകത്ത് വെച്ചിട്ടുണ്ടേ. അയ്യോ ഞാൻ ചോദിച്ചില്ലല്ലോ. മുട്ടയും പുട്ടും നല്ലതാ. എന്നാ ശരി. നോക്കി ഒരുക്കി നിർത്തിയിരിക്കുക. കൊള്ളാമോ സാലിമോളെ? പിന്നെ അടിപൊളിയായിട്ട് ഇറങ്ങുമില്ലെങ്കിൽ. അതെ അവിടെ പുഴുങ്ങി വെച്ചിരുന്ന 2 മുട്ട എന്തിയെ? മുട്ടയോ? അതിപ്പോ ഈ ചൂട് കൂടിയപ്പോ വിരിഞ്ഞു പോയിരിക്കും. നമുക്ക് നോക്കാം. എനിക്കെല്ലാം മനസ്സിലായി. മുട്ടക്കാരി. ആനമലയിൽ എന്ത് വേണമെങ്കിലും ഈ മെമ്പർ കുഞ്ഞച്ചൻ സാധിച്ചു തരും. എന്തും ഈ തനിമ എസ്റ്റേറ്റിന്റെ മുതലാളി വർഗീസ് സാറും ലിസി മാഡവും ഈ കുഞ്ഞച്ചനോട് ചോദിക്കാതെ ഒരു കാര്യവും ചെയ്യില്ല. അത് ശരി. പിന്നെ ഈ പെങ്കൊച്ചുങ്ങൾക്ക് പോലും എന്നെ വലിയ കാര്യമാണ്. അതെ സാർ. ആ കുഞ്ഞച്ചൻ ചേട്ടനും പുറകിലുണ്ടല്ലോ. വേറെ വല്ല പണിയും വേണ്ട അയാൾക്ക്. കുഞ്ഞച്ചോ, ഓ ഏതാ ഈ പിള്ളേര്? അതെ, ജോ സാറിന്റെ സേത് സാറിന്റെ മക്കളാണ്. സാർ ആ വലത്തൂടെ പോയ പെൺകുട്ടി ശ്രദ്ധിച്ചായിരുന്നു? അതിന്റെ പേര് ജെനി. വലിയ കലാതിലകമാണ്. മറ്റേ കുട്ടിയുടെ പേര് രേണു. അത് നമ്മുടെ സേത് സാറിന്റെ മോളാ. അപ്പോഴേ വല്ല നടക്കോ? പാവ സാറെ, വിട്ടുകളാ. സാർ ഒരു കാര്യം ചെയ്യും, വണ്ടി സ്റ്റാർട്ട് ചെയ്തേ. മെമ്പർ ഒരു കാര്യം പറയാം, വണ്ടി എടുക്ക്. നമുക്ക് ബ്യൂട്ടിഫുൾ പ്ലേസ് ഇഷ്ടം പോലെ വേറെയും ഉണ്ട്. മെമ്പർ കാണിച്ചു തരാം. വണ്ടി എടുക്ക് സാറേ. തീർച്ചയായിട്ടും നമുക്കിനി നല്ലത് മാത്രം പറഞ്ഞാൽ മതി. ആഹാ, സാവിത്രി ഇത് എവിടെ പോയിട്ട് വരിക? മോളെ കാണാൻ പോയതാ. ചെറിയൊരു വിശേഷമുണ്ട്. എന്റെ ഈശ്വരാ, ഇത് 3-ാം മാസാ. ബെഡ് റെസ്റ്റ് വേണമെന്ന് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. ഞാൻ പോയില്ലെങ്കിൽ അവൾ ഇങ്ങോട്ട് വരും. പണ്ടത്തെ പോലൊന്നും അല്ല. ഇപ്പോഴത്തെ കുട്ടികളെ ശ്രദ്ധിക്കണം. അല്ല റോസമ്മേ, നമുക്ക് പറയാനല്ലേ ഒക്കത്തുള്ളൂ. അല്ല, രേണുവിനെ ജനിയും കെട്ടിച്ചുവിടാറായല്ലോ. നോക്കുന്നുണ്ട്. എല്ലാം നടക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും മുൻകൂട്ടി നിശ്ചയിക്കും പോലെ അല്ലല്ലോ റോസമ്മേ. പിന്നല്ലാതെ. എന്നാ ഞാൻ ചെല്ലട്ടെ. ഇളയാള് മാത്രമേ ഉള്ളൂ. ശരി എന്നാ പോയിട്ട് വരൂ. നമ്മുടെ മക്കളുടെ കൂടെ ഉള്ളതാ സാവിത്രിയുടെ മോള് രാധ. എന്നിട്ട് ഇപ്പൊ നോക്കിക്കേ, അവള് കല്യാണം കഴിച്ചു കുടുംബമായി. വീട്ടിൽ എപ്പോഴെങ്കിലും രേണുവിന്റെ കാര്യം പറഞ്ഞാല് അപ്പൊ ചേട്ടൻ പറയും അവള് പഠിക്കല്ലേ, കുട്ടിയല്ലേ, ഇനി എത്ര സമയമുണ്ട്. അവിടുത്തെ സ്ഥിതി അത് തന്നെ. എന്ത് ചോദിച്ചാലും കുട്ടികളാ. 2 പേർക്കും പിള്ളേരെപ്പോഴും ചെറുതാണേ. ഏതായാലും ഈ വർഷം ഫൈനൽ ഇയർ ആണല്ലോ, അത് കഴിഞ്ഞിട്ട് ഉടനെ തന്നെ നടത്തണം. ആലോചിക്കണം. എല്ലാവരും ചെലവ് ചെയ്യാൻ പറഞ്ഞിരിക്കുക. സ്വീറ്റ്സ് മതിയോ? പിന്നല്ല നല്ല കാര്യം ഉണ്ടായിരുന്നോ? പാവം. तुझे देखा तो ये जाना सनम प्यार। ओ मेंबर साहब कैसा है? टीवी ओपन करे तो पूरा कुत्ता प्रॉब्लम है. कुटिए पटी कड़चू कड़चू क्या है साहब? ഈ ആനമലയിൽ മെമ്പർ കുഞ്ഞച്ചൻ ജീവിച്ചിരിക്കുമ്പോൾ ഒരു കുത്തയും ഒരു പട്ടിയും കടിക്കില്ലടോ ഹേ. मेंबर साहब हमारा शौचालय के बारे में कुछ करो. तुम्हारा कक्कूस का बारे में आज मंत्री के साथ टुडे चर्चा है. वो कुत्ते के बारे में भी चर्चा करूंगा. हैप्पी है? चर्चा बहुत शुक्रिया मेंबर साहब. शुक्रिया. ठीक है ठीक है. ശരിയാക്കാം.
വീഴ്ചയും മസൽമാന്റെ മുഖത്തെ ചമ്മലും ഒന്ന് കാണേണ്ടതായിരുന്നു. ചമ്മിയത് വീണതുകൊണ്ടല്ല, നീ അത് കണ്ടതുകൊണ്ടാവും. ഏതൊരാണും പെണ്ണിന്റെ മുമ്പിലാ ആളാവാൻ ശ്രമിക്കുന്നത്. അപ്പൊ നീയോ? എന്റെ കൈ നീ വാങ്ങിക്കുവേ. ആ പോട്ടെ. ശരിക്കും അയാൾ എന്തിനാ ഇവിടെ വന്നത്? നമ്മുടെ ഫാക്ടറിക്ക് സർട്ടിഫിക്കേഷൻ കിട്ടണമെങ്കിൽ അയാളുടെ റിപ്പോർട്ട് അവിടെ ചെല്ലണം. എങ്കിലേ നമുക്ക് എക്സ്പോർട്ട് ലൈസൻസ് കിട്ടൂ. എന്ത് ഭംഗിയുള്ള സ്ഥലം ഇത്. നല്ല തണുത്ത കാറ്റാ ഇവിടെ. നമ്മൾ ഒരുപാട് ദൂരം വന്നു അല്ലേ? ഈ സുന്ദരമായ പുഴയ്ക്കും പ്രകൃതിക്കും ഒരുപാട് നല്ല കഥകൾ പറയാനുണ്ടാവും. ഇനി നമ്മുടെയും ജീവൻ ഇവിടെ വരാറുണ്ടോ? ചിലപ്പോ ചില സ്ഥലങ്ങൾ നമുക്ക് പോസിറ്റീവ് എനർജി തരും. അങ്ങനെ ഒരു സ്ഥലമായത്. പറഞ്ഞതൊക്കെ സത്യോ? നീ ഓർക്കുന്നുണ്ടോ നമ്മുടെ കുട്ടിക്കാലം? സ്കൂളിൽ പോകുന്നത്, വഴക്കുണ്ടാക്കുന്നത്, ദൈ വളകൾ കൊണ്ട് മുറിഞ്ഞ പാടുപോലും ഒത്തിരി ഓർക്കുന്നുണ്ട്. ചോദിച്ചതിന് ഉത്തരം പറഞ്ഞില്ലല്ലോ. എനിക്ക് ഇത്തരം ചിന്തകളൊന്നും ഇല്ലെന്നാണോ നീ പറയുന്നേ? അങ്ങനെ അല്ലിച്ചായ. ഒപ്പം പഠിച്ച കുട്ടികളൊക്കെ കുടുംബമായി എന്ന് കേൾക്കുമ്പോ ആരായാലും ചിന്തിക്കില്ലേ? നീ പറയുന്നതൊക്കെ ശരി തന്നെ. ഓരോരുത്തര് പഠിച്ച് നല്ല ജോലിയൊക്കെ കിട്ടിയാ അവരവർക്ക് കൊള്ളാം. പഠിച്ചോട്ടെ, കെട്ടിച്ചുട്ടാലും പഠിക്കാലോ. ഇന്നത്തെ കാലത്ത് കല്യാണം കഴിഞ്ഞ കുട്ടികളും പഠിക്കുന്നില്ലേ? എല്ലാവരും ഇപ്പം അങ്ങനെ ചെയ്യണമെന്നുണ്ടോ? എൻ്റെ മനസ്സിൽ ചില കണക്കൂട്ടലൊക്കെ ഉണ്ട്. അത് നടക്കേണ്ട സമയത്ത് കൃത്യമായിട്ട് നടക്കും. നീ നോക്കിയോ. എന്നേലും കെട്ടിച്ചിട്ട് കാര്യമുണ്ടോ? നല്ല പ്രായത്തിൽ കെട്ടിയാലേ നല്ല ചെക്കന്മാരെ കിട്ടത്തുള്ളൂ. എന്നിട്ട് എനിക്ക് നിന്നെ അല്ലേ കിട്ടിയുള്ളൂ. അമ്മോ, പേടിപ്പിച്ചോ. എന്നെ കെട്ടുകൊണ്ട് ഇത്ര കുഴപ്പം എന്താ? നീ രക്ഷപ്പെട്ടില്ലേ? തമാശ പറയില്ലേ, പിള്ളേരെ കേട്ടാ ചിരിക്കും. പിന്നെ പിള്ളേരെ കണ്ടാ ചിരിക്കും. ഞാനുള്ള പരമാർത്ഥ പറഞ്ഞു. പിന്നെ ഇന്നലെ മാർക്കറ്റിൽ നിന്ന് വരുന്ന വഴിക്ക് രണ്ടാളും രാധയുടെ അമ്മയെ കണ്ടു. അതിനുശേഷമായി ബോധോദയം. അല്ലെങ്കിൽ എല്ലാ അമ്മമാരും ഇങ്ങനെ അടി. ഒരു പ്രായം എത്തിക്കഴിഞ്ഞാൽ പെൺമക്കളെ കെട്ടിച്ചോടാനേ നോക്കൂ. പക്ഷെ പപ്പയടുത്ത മമ്മിയുടെ പണിയൊന്നും നടക്കില്ല. ഏതാണ്ട് എന്റെ കാര്യം അതുപോലൊക്കെയാ. പക്ഷെ എപ്പോഴും ഒരുപോലെ ഇരിക്കില്ലല്ലോ. എന്നാ പിന്നെ നമ്മുടെ മസിൽമാൻ ആയാലോ? ജിം ജിം ജിം. ദേ, ജിമ്മിന് 100 ആയിസ. ഹലോ, ജനിയും രേണുവല്ലേ? എങ്ങനെ മനസ്സിലായി എന്നാവും? ജോസേട്ടന്റെ മകൾ, സേതുവേട്ടന്റെ മകൾ, കൃത്യമല്ലേ? അതെ, അതാണ് ഞാൻ. ഐ ആം വിഷ്ണു. കമ്പനിയുടെ എക്സ്പോർട്ട് ലൈസൻസ് ശരിയാക്കാൻ വന്ന ആള്. സ്വദേശം പാലക്കാട്, ഇപ്പൊ ബാംഗ്ലൂർ. എങ്ങനെ അറിഞ്ഞൂന്നായിരിക്കും. അതാണ് ഞങ്ങൾ. നിങ്ങൾ എന്നെ ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞു കേട്ടോ. കൊടുകൈ ന്യൂജൻ അല്ല അല്ലേ? അപ്പൊ പിന്നെ ഞാൻ ചമ്മി. ഇവിടെ എന്താ പരിപാടി? വെറുതെ. എന്നാ വരട്ടെ. ഇനിയും കാണാം ഇതിലെ പോകുമ്പോ. എന്തിന്? അല്ല, ഇതിലെ പോകുമ്പോ വെറുതെ. ശരി ശരി. സാലി, ഇന്നലത്തെയും ആ പാക്കിംഗ് സെക്ഷനിലെ കണക്കുകളൊക്കെ ഒന്ന് കൃത്യമായിട്ട് എഴുതി വെക്ക് കേട്ടോ. ഞാൻ ബാങ്ക് വരെ പോയിട്ട് വരാം. ശരി സർ. സുന്ദരി സാലി, അത് ശരി. നമസ്കാരം. ഫാക്ടറി കോമ്പൗണ്ടിൽ സിഗരറ്റ് വലിക്കരുതെന്ന് അറിയത്തില്ലേ കുഞ്ഞച്ചാ? അതുകൊണ്ടല്ലേ സാലിക്കുട്ടി ഞാൻ കളഞ്ഞത്. സാറ് കാണണ്ട. പിന്നെ കണ്ടാലും
ഈ കുഞ്ഞച്ചനെ സാറൊന്നും പറയത്തില്ല. ഓ അപ്പൊ പിന്നെ സാലിക്കുട്ടി, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? കണ്ടിട്ട് കുറച്ച് ദിവസങ്ങളായല്ലോ. ഓ എന്ത് വിശേഷം, നമ്മൾ ഇങ്ങനെ ഉരുണ്ടും പരണ്ടും ഒക്കെ പോകുന്നു. പിന്നെ ഈ ഫാക്ടറിയിലെ സ്റ്റോക്ക് ഒക്കെ കൃത്യമായിട്ട് പോകുന്നുണ്ടല്ലോ. ഇല്ലെങ്കിൽ കൃത്യമാക്കി തരുവോ? പിന്നെന്താ, സാലിക്കുട്ടി പറഞ്ഞ ഞാൻ എന്ത് വേണേലും ചെയ്യും. ഓ ആണോ? ബൈ ദ ബൈ, സാലിക്കുട്ടി അവിടുന്ന് താമസം മാറിയെന്ന് കേട്ടു. അതെന്താ? ഓ എന്റെ ദൈവമേ, അവിടെ കുറെ അവന്മാരുടെ ശല്യവാ. രാത്രിന്നില്ല പകലെന്നില്ല. അല്ല, കുഞ്ഞച്ചനെങ്ങനെ അറിഞ്ഞു? ഞാൻ അവിടെ പോയപ്പോ എന്നോട് ആരോ പറഞ്ഞതാ. പിന്നെ സാലിക്കുട്ടി അവിടുന്ന് മാറിയത് എന്തുകൊണ്ടും നന്നായി. ഇപ്പൊ എവിടെ താമസം? അറിയണോന്ന് ഭയങ്കര നിർബന്ധമാണോ? വെറുതെ അറിഞ്ഞിരിക്കാനാ. എന്താ കാര്യം എന്ന് വെച്ചാ വല്ലപ്പോഴും അതുവഴി വരുമ്പോ അവിടെ കയറി വെള്ളമൊക്കെ ഒന്ന് കുടിക്കാന്ന് വിചാരിച്ചാ. അതെ അതെ, നല്ല കാര്യമാ. നിർബന്ധമാണെങ്കിലേ വീട്ടിൽ ചെല്ലുമ്പോ ഭാര്യയോട് ചോദിച്ചാ മതി. ചേച്ചി എനിക്ക് വീടെടുത്ത് തന്നത്. അവളോ? അവൾ പുറത്തിറങ്ങി എനിക്കിട്ട് പണി തുടങ്ങിയോ? കർത്താവേ, ഇന്നും ജീവൻ പറ്റിച്ചു. ഇതാ ഞാൻ പറയുന്നത്, നമുക്കൊരു 2 വീലർ അത്യാവശ്യമാണ്. അത് നമ്മൾ മാത്രം വിചാരിച്ച പോരല്ലോ, വീട്ടുകാരും കൂടി വിചാരിക്കണ്ടേ? എവിടെയെങ്കിലും പോയി ഉരുണ്ട് വീണാലൊന്ന് പേടിച്ചിട്ട്. ഓ പിന്നെ, ഈ ലോകത്ത് വേറെ ആരും വണ്ടി ഓടിക്കാത്ത പോലെ. കോളേജിൽ നിന്നാവൂല്ലേ? ആണെങ്കിൽ ഇയാൾ എന്തിനാ ഞങ്ങളുടെ ഫോട്ടോ എടുത്തത്? അയ്യോ അതെപ്പോ ഞാൻ എടുത്തിട്ടില്ല. ദേ കള്ളം പറയല്ലേ, ഞാൻ കണ്ടതാ ഇയാൾ ഫോട്ടോ എടുക്കുന്നത്. ഓ അതാണോ? അത് ഞാൻ ഈ തോട്ടത്തിന്റെ ഒക്കെ ഫോട്ടോ എടുക്കായിരുന്നു. ഹലോ, വീണെടുത്ത് കിടന്നുള്ളല്ലേ, മര്യാദക്ക് എടുത്ത ഫോട്ടോ ഡിലീറ്റ് ചെയ്യ്. അതാ അയാൾക്ക് നല്ലത്. എടുത്തെങ്കിൽ മാത്രമല്ലേ ഡിലീറ്റ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അല്ലെങ്കിൽ തന്നെ ഞാൻ എന്തിനാ നിങ്ങളെ ഫോട്ടോ എടുക്കുന്നേ? ആ മസിൽമാൻ വിഷ്ണു ആവശ്യമില്ലാതെ അവന്റെ മൊബൈലിൽ ഞങ്ങളുടെ ഫോട്ടോ എടുത്തു. അത് ചുമ്മാ വെറുതെ തമാശക്കായിരിക്കുന്നേ. അല്ല ഏട്ടാ, കാര്യായിട്ടാ. ഞങ്ങൾ ഇതുവരെ അങ്ങനെ ജീവനോട് പരാതിയൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ അവനിവിടെ ഫോട്ടോ എടുക്കാൻ പറ്റിയ നല്ല സ്ഥലം ഞാൻ കാണിച്ചു കൊടുക്കാം. ഫാന്റാസ്റ്റിക്. ഇങ്ങനെ നല്ല സ്ഥലം ഉണ്ടായിരുന്നു ഇവിടെ? പിന്നെ താഴോട്ട് പോയ ഇതിലും നല്ല സ്ഥലങ്ങൾ കാണാം. അങ്ങോട്ട് പോകുന്നോ? അവിടെ ആവുമ്പോ കാണാൻ കൊള്ളാവുന്ന ധാരാളം പെൺകുട്ടികളുണ്ടാവും. പലപ്പോഴായിട്ട് ചാടിച്ചെത്തവരെ. കൂടുതലും പെൺകുട്ടികളാടോ. എന്താ പോണോ? താനെന്താ തമാശ പറയാ? തമാശക്കല്ല, കാര്യമായിട്ടാ. നീ ആ ഫോൺ എടുക്ക. ചോദിച്ചത് കേട്ടില്ലേ? ഫോൺ എടുക്കടാ. തന്നില്ലെങ്കിൽ നീ എന്ത് ചെയ്യും? ഞാൻ എന്ത് ചെയ്യണമെന്നൊക്കെ കാണോടാ. വേണ്ട, ഞാൻ വെറുതെ ചോദിച്ചതാ. എന്നാ എടുക്കടാ. ഇത് പിന്നെ ആരെടുത്ത ഫോട്ടോടാ? പറയടാ. സോറി, ഞാനൊരു തമാശക്ക് എടുത്തതാ. നീ പെമ്പിള്ളേരുടെ ഫോട്ടോ എടുത്തിട്ടാണോടാ തമാശ കാണിക്കുന്നത്? ദേ, ഇത് സ്ഥലം വേറെയാ. മോനം മര്യാദയ്ക്ക് നടക്കുന്ന പെമ്പിള്ളേരുടെ ഫോട്ടോ എടുത്താലുണ്ടല്ലോ ഒന്നീ താഴ്വാരത്തിലെറിയും. മനസ്സിലാവടാ? ഇല്ലില്ല, ഇനി ഉണ്ടാവില്ല. അവരെ ഞാൻ ഇനി ശല്യം ചെയ്യില്ല. സത്യം. മേലിലാരെയും കേട്ടോടാ. പ്ലീസ് എന്റെ ഫോൺ ഓടാ. ഇല്ല സാർ, എന്നോടൊന്നും പറഞ്ഞില്ല. ഓക്കെ സാർ. വർഗീസ് സാറാ വിളിച്ചേ. അയാൾക്ക് എന്ത് പറ്റി ഇത്ര പെട്ടെന്ന് പോകാൻ? ആരെവിടെ പോയെന്നാ ജോസേ? ആ വിഷ്ണുവേ, അയാളുടെ അച്ഛൻ എന്തോ അസുഖമാണെന്ന് പറഞ്ഞ് രാവിലെ പൊക്കളഞ്ഞു. അല്ല, അതെന്ത് പണിയാ കാണിച്ചത്? എന്ത് അർജന്റ് ആയാലും ഒന്ന് പറഞ്ഞിട്ട് പോയിക്കൂടെ? വർഗീസ് സാർ അത് തന്നെയാ ചോദിച്ചത്. എന്തെങ്കിലും അത്യാവശ്യം കാണും, അല്ലാതെ ഇപ്പൊ എന്താ? കാലിത്തൊഴുത്തിൽ പിറന്നവനേ, കരുണ നിറഞ്ഞവനേ. അയ്യോ സാർ, ഒരു മിനിറ്റ് സാർ, പ്ലീസ് ഒരു മിനിറ്റ്. എന്താ കുഞ്ഞച്ചാ, കുറെ നാളായല്ലോ കണ്ടിട്ട്. എവിടെ ആയിരുന്നു സാർ? അതെ,
ഞാൻ 3-4 ദിവസമായിട്ട് തിരുവനന്തപുരത്തായിരുന്നു. നമ്മുടെ പാർട്ടിയുടെ ഫണ്ടും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് പോയതാണ്. പക്ഷേ ഒന്നും നടന്നില്ല. അതെന്ത് പറ്റി? അതെ, ഈ നമ്മുടെ വിഷ്ണു സാറിനൊപ്പം കൂടിയപ്പോ കാര്യങ്ങളൊക്കെ ഒരുവിധം നല്ല രീതിയിൽ വരുമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ ഒരു കാര്യമുണ്ട് സാർ, മനസ്സാക്ഷിയുള്ള ഒരാളാണ് വിഷ്ണു സാർ. എൻ്റെ അടുത്ത് പോലും പറയാതെ അയാൾ പോയത്. ഈ പേടിപ്പിച്ചോടിച്ചാ പിന്നെ പറയാൻ പറ്റുമോ സാറേ? പേടിപ്പിച്ചോടിച്ചോ? ആര്? അത് പിന്നെ പറയടോ. ജീവൻ. ജീവനോ? ആ ജീവൻ. ജീവൻ എന്തിനാ വിഷ്ണുവിനെ ഓട്ടിക്കണം? അതെ, ജനിക്കുഞ്ഞ് കോളേജിൽ നിന്ന് വരുമ്പോ വിഷ്ണു സാറ് ജനിക്കുഞ്ഞിന്റെ ഒരു ഫോട്ടോ എടുത്തു. പക്ഷേ അത് ജീവൻ ഇഷ്ടപ്പെട്ടില്ല. അല്ലെങ്കിലും ഈ ജനിക്കുഞ്ഞോട് ആരെങ്കിലും എന്തെങ്കിലും സംസാരിക്കുന്ന കേട്ടാ പിന്നെ ജീവൻ ഒട്ടും ഇഷ്ടപ്പെടത്തില്ല. അങ്ങനെ അവർ 1-2 പറഞ്ഞ് വഴക്കായി. അങ്ങനെ നടന്നാൽ തന്നെ എന്താ തെറ്റ്? ജീവൻ അതിനുള്ള അധികാരമുണ്ട്. അതുകൊണ്ടാണ് വിഷ്ണു പോയതെന്ന് ഞാൻ വിശ്വസിക്കില്ല. അത് തന്നെയാ കാരണം. പിന്നെ സാറേ, അവര് തമ്മിൽ സാർ അറിയാത്തൊരു ബന്ധമുണ്ട്. ആര് തമ്മിൽ? നമ്മുടെ ജീവനും ജനിക്കുഞ്ഞും തമ്മിൽ. സഹോദരങ്ങളെ പോലെ ജീവിക്കുന്നവരെ പറ്റി അനാവശ്യം പറയരുത് കേട്ടോ. ഇതുകൊണ്ട് തന്നെ ഞാൻ സാറിനോട് ഒരു കാര്യവും പറയാതെ. പിന്നെ എന്ന് പറഞ്ഞ് സത്യമല്ലാവത്തില്ലല്ലോ സാർ. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയ സംഭവമല്ല സാർ. കുറെ നാളായിട്ട് ഞാൻ കാണുമോ സാർ, പലയിടത്തും പല വട്ടം. പിന്നെ സാറിനോട് ഞാൻ കണ്ടെന്ന് പറഞ്ഞോളൂ. പിന്നെ ഒരു കാര്യമുണ്ട്, സാർ ഒരു കാര്യം ചെയ്യും, സൂക്ഷിച്ചാൽ സാറിന് കൊള്ളാം. ആഹാ, പപ്പ നേരത്തെ വന്നോ? നിന്റെ അമ്മ എവിടെ? ജയന്റിയുടെ അടുത്ത് പോയി. എന്താ പപ്പ, എന്തു പറ്റി? കമ്പനിയിൽ എന്തെങ്കിലും? ചായ എടുക്കട്ടെ പപ്പ? വേണ്ട, നിക്ക്. എന്താ പപ്പ? പപ്പയ്ക്കിത് എന്തു പറ്റി? പപ്പ എന്താ പ്രശ്നം? ഞാൻ പോയി മമ്മിയെ വിളിക്കട്ടെ? വേണ്ട. എന്തു പറ്റി പപ്പ? പപ്പയുടെ കണ്ണില് മോൾ ഇപ്പോഴൊരു കൊച്ചുകുട്ടിയാ. പക്ഷേ മറ്റുള്ളവരുടെ മുമ്പിൽ നീ വലിയൊരു പെണ്ണാ. മുഖവരയില്ലാതെ ഞാൻ ചോദിക്കട്ടെ, നീയും ജീവനും തമ്മിൽ പപ്പ ഞാൻ എനിക്കറിയാം എന്റെ മോൾ അങ്ങനത്തെ വിവരക്കേടൊന്നും കാണിക്കില്ലെന്ന്. ഇത് ചുമ്മാ ആളുകൾ ഒരുമാതിരി മനുഷ്യനെ തീതിറ്റിക്കാൻ ഇല്ലേ? ഹലോ, ജീവൻ എവിടെയാ? വീട്ടിലുണ്ടല്ലോ. എന്താ? പപ്പ എല്ലാം അറിഞ്ഞു എന്നാ തോന്നുന്നത്. എങ്ങനെ? അറിയില്ല, പക്ഷെ എന്നോട് ചോദിച്ചു. നീ എന്തു പറഞ്ഞു? ഒന്നും ഞാൻ പറഞ്ഞില്ല, പറയാൻ പറ്റിയില്ല. എനിക്കെന്തോ പേടി തോന്നുന്നു ജീവ. തൽക്കാലം ഫോൺ വെക്ക്, നേരിൽ കാണാം. ഓക്കെ. എന്തു പറ്റി?
വന്നപ്പോ മുതലേ ഞാൻ ശ്രദ്ധിക്കാണല്ലോ, മുഖത്തെന്താ ഒരു വല്ലായ്മ. ജനി എവിടെ? അവള് കിടന്നു. അവൾക്ക് തലവേദനയാന്ന് പറഞ്ഞു, ഒന്നും കഴിച്ചൂല. എന്താ? നമ്മൾ വിചാരിച്ച പോലെ അല്ല. നമ്മുടെ കണക്കൂട്ടലുകളൊക്കെ തെറ്റുന്നുണ്ടോ എന്നൊരു സംശയം. ആ കുഞ്ഞച്ചൻ ഇന്നലെ എന്നോട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ വിശ്വസിച്ചില്ല. പക്ഷേ ഇപ്പൊ ഒരു സംശയം. എന്തിനു പറ്റിയ? നമ്മുടെ മോളും ആ ജീവനും തമ്മിൽ നമ്മൾ വിചാരിക്കുന്ന പോലത്തെ ബന്ധമല്ല. എന്റെ മാതാവേ, ഞാൻ പതുക്കെ പറ, അവള് കേൾക്കും. പിന്നല്ലാതെ ഞാൻ അവളോട് ചോദിക്കട്ടെ? വേണ്ട വേണ്ട വേണ്ട, ഇപ്പം എടുത്തിയാളണ്ട. ഞാൻ അവളോട് ചോദിച്ചു. എന്നിട്ട് ഒന്നും പറഞ്ഞില്ല. കള്ളം പറയാൻ അനുവദിച്ചില്ല. ചിലപ്പം എനിക്കത് താങ്ങാൻ പറ്റില്ല. ഇനിയിപ്പോ എന്ത് ചെയ്യും? തൽക്കാലം നീ അവളോടൊന്നും ചോദിക്കണ്ട. കൂട്ടുകാരന്റെ മകനല്ലേ, കൂടപ്പറപ്പാ, അതാ ഇതാന്നും പറഞ്ഞോണ്ട് ഇച്ചായ തന്നെ എല്ലാത്തിനും കൂട്ടുതന്ന. ഇപ്പൊ എന്നെ കുറ്റപ്പെടുത്താണോ? കുറ്റപ്പെടുത്തുന്നതല്ല, പക്ഷെ അമ്പലത്തിലും അങ്ങാടിയിലും അവിടെ ഇവിടെയൊക്കെ ബൈക്ക് കയറി ഇച്ചാനെല്ലാം അങ്ങ് അനുവദിക്കും. അന്ന് അങ്ങനെ ഒരു ബന്ധം ഉണ്ടാവുന്ന നമ്മളാരും പ്രതീക്ഷിച്ചില്ലല്ലോ. വരട്ടെ, ഞാൻ ആലോചിച്ച് വെച്ചിട്ടുണ്ട് എന്താ ചെയ്യേണ്ടതെന്ന്. രാവിലെ മുതലേ ശ്രദ്ധിക്കുക. എന്താ ജോസേ, എന്താ നിനക്ക് പറ്റിയേ? ഒന്നുമില്ല. ഇന്നും ഇന്നലെ കാണാൻ തുടങ്ങിയതല്ലോ നമ്മൾ. പറ ജോസി, എന്താ നിന്റെ പ്രശ്നം? ഇന്നലെയും എന്നെ കൂട്ടാതെ നീ നേരത്തെ പോയി. അതുകൊണ്ട് അതെനിക്ക് മനസ്സിലായി. നീ എന്തോ അർത്ഥം വെച്ചിട്ടാണ് സംസാരിക്കുന്നതെന്ന്. ഞാൻ കുറച്ചു നേരം ഒറ്റയ്ക്ക് നിന്നോട്ടെ. അതിനും മാത്രം എന്താ പറ്റിയത്? എന്നോട് നീ എന്താ ഇത്ര മറയ്ക്കുന്നത്? നിന്നോട് പറയാൻ എനിക്കൊന്നുമില്ല, ചെല്ല്. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. ജോസേ, ഒറ്റ രാത്രി കൊണ്ട് മാറാൻ മാത്രം നിനക്ക് എന്താണ് സംഭവിച്ചതെന്ന് എനിക്ക് അറിയണം. എനിക്ക് നിന്നോടൊന്നും പറയാനില്ല എന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ലേ? കുറച്ചു നേരം ഞാനിവിടെ ഒറ്റയ്ക്ക് നിൽക്കട്ടെ. അതിനിപ്പം ഇതിന്റെ കൂട്ടൊന്നും വേണ്ടല്ലോ. ഇതൊക്കെ അവസാനിപ്പിച്ചതല്ലേ? മനുഷ്യന് സ്വത്താ തരില്ലേ? സാർ ഒന്ന് നിർത്തിക്കേ പ്ലീസ്. ഒന്ന് ബാക്ക് എടുക്ക് സാർ, ബാക്ക് എടുക്ക്, ബാക്ക് എടുക്ക്, ബാക്ക് എടുക്ക് സാർ. സാർ നിർത്തിക്കേ. ഇത് കണ്ടോ സാർ? എന്താ അത്? ഇത് ജീവന്റെ ബൈക്കല്ലേ? അത് കണ്ടോ സാറേ? സാറിന് ഞാൻ പറഞ്ഞ കാര്യം ബോധ്യമായിപ്പോ? സാറേ, യാതൊരു കാരണവുമില്ലാതെ വിഷ്ണു സാറിന്റെ ജീവൻ ഇവിടെ ഓടിച്ചു എന്നാണ് ഇപ്പൊ മനസ്സിലായോ സാറേ? അതെ, സേതു സാറിന് കാര്യങ്ങളൊക്കെ അറിയാം. സാറ് കണ്ടയാളല്ല ഈ സേതു സാറ്. സാറ് കാണാനിരിക്കുന്നേ ഉള്ളു കാര്യങ്ങള്. പിന്നെ കുഞ്ഞച്ചൻ പറഞ്ഞല്ലോ കേട്ടോ. സാറേ പ്ലീസ് ഇറങ്ങരുത്, നമ്മുടെ പെങ്കൊച്ചാണെന്ന് ഓർക്കണം. പിന്നെ ഇല ചെന്ന് മുള്ള വീണാലും മുള്ളിയ നില വീണാലും നമുക്കാണ് പ്രശ്നം. സാറ് കാര്യം ചെയ്യ്, വണ്ടി എടുക്ക്. അറിയാതൊന്നും പറ്റാറില്ല, അറിഞ്ഞോട്ടേ പറ്റാറുള്ളൂ. എന്താണ് നിനക്ക് അവരുമായിട്ടുള്ള ബന്ധം? ചോദിച്ചിട്ടില്ലേ? പപ്പാ, എനിക്ക് ജീവനെ ഇഷ്ടം. നിനക്ക് ഞങ്ങള് തന്ന സ്വാതന്ത്ര്യം നീയായിട്ടില്ലാതാക്കി. ഇന്ന് നിർത്തിക്കൊള്ളും നിന്റെ ആട്ടവും പാട്ടവും ഒക്കെ. ഇനി ഞാൻ തീരുമാനിക്കും ഈ വീട്ടിൽ എന്ത് നടക്കണമെന്ന്. കേറിപ്പോടി. നിക്കവിടെ. ഇനി ഒരിക്കൽ കൂടി നീ അവനെ കാണുകയോ സംസാരിക്കുകയോ ചെയ്താൽ പിന്നെ നീ കാണുന്നത് എന്റെ വേറൊരു മുഖമായിരിക്കും. നീ എല്ലാത്തിനും കാരണം. എന്താ ജോസേ, അവനെ തല്ലരുത്. എന്താ നീ കാണിക്കുന്നത്? ഇങ്ങോട്ട് ഒട്ടുപോകരുത്.
ഇങ്ങനെ തല്ലുന്നത്? എന്ത് തെറ്റടാ നിന്നോട് അവൻ മാറിയിക്ക് സേതു. ചെയ്തു? നീ കാര്യം പറഞ്ഞ ജോസേ. മാറിയിക്കാൻ അതിനോട് ഇല്ല, പറഞ്ഞത്. എന്നെ കൊല്ലാതെ നീ അവനെ തൊടില്ല, അറിയാമോ? പോകരുത്. എന്നെ തല്ലിക്കോ, പക്ഷെ എന്റെ അച്ഛനെ തൊടരുത്. ഇതാണോടാ നിന്റെ അച്ഛൻ? ആണോടാ? ഇവൻ നിന്റെ അച്ഛൻ? മാറി നിക്കടാ. നീ ചോദിച്ചില്ലേ ഞാൻ എന്തിനാ തല്ലിയെന്ന്? ഞാൻ പറയാം. ഇവനെ എന്റെ മോളോട് പ്രേമം 5-8 എനിക്ക്. ആടും പെണ്ണുമായിട്ട് ഒരൊറ്റണ്ടേ ഉള്ളൂ. തോളി കയറിയിരുന്ന് പറഞ്ഞില്ലടാ എന്റെ ചെവി കടിച്ചു തിന്നാനാണെന്ന്. തല്ലിക്കൊന്നാലും നിന്നെ കെട്ടിത്തരില്ല. ഇനി അഥവാ അങ്ങനെ വേണമെങ്കിൽ പോയി നിന്റെ തന്തയെ വിളിച്ചോണ്ട് വാ. അതിന് ഇവനെന്തിനാ നോക്കുന്നേ? പോയി നിന്റെ യഥാർത്ഥ തന്തയെ വിളിച്ചോണ്ട് വാ. അന്ന് നിനക്കെന്റെ മോളെ ഞാൻ കെട്ടിച്ചു തരാം. എന്തു പറ്റി മോനെ നിനക്ക്? നിങ്ങൾ തമ്മിൽ ഇങ്ങനെ ഒരു ബന്ധം അതെനിക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല. സാഹചര്യങ്ങളാണ് എല്ലാത്തിനും കാരണമെന്നൊക്കെ പറയാം. പക്ഷെ ഇത് ഇഷ്ടപ്പെട്ടു പോയി. ഇനി ഞങ്ങൾക്കൊരിക്കലും പിരിയാനാവില്ല അച്ഛാ. എന്തു തന്നെ പറഞ്ഞാലും നിങ്ങൾ ചെയ്ത് ഒരിക്കലും ശരിയായില്ല. ജോസിന്റെ സ്ഥാനത്തിപ്പോ ഞാനായിരുന്നാലും ഇങ്ങനെ പ്രതികരിക്കൂ വേണ്ട. പക്ഷേ ഇതിന്റെ പേരിൽ ഇനി ഒരു പ്രശ്നം അവിടെ ഉണ്ടാവരുത്. ഇന്നോടെല്ലാം നിർത്തിക്കോണം. നിന്റെ പരിമിതികൾ നീ ഓർക്കണമായിരുന്നു. ഇല്ലച്ചാ, എനിക്കൊരു ജീവിതം ഉണ്ടെങ്കിൽ അത് ജെനിയോടൊപ്പമായിരിക്കും. என்னடி காயங்காலத்தாலே வளவளான்னு அந்த குழந்தைகளை எல்லாம் அனுப்பு. என்ன பேசிட்டு நீ இந்த போன் கீழே வீடி. സാർ വണക്കം സാർ. വണക്കം. പാത്തിട്ട് ரொம்ப നാളാச்சு. ജോലി തിരക്കൊക്കെ അല്ലേ, സമയം കിട്ടണ്ടേ? കഴിക്കാനൊന്നുണ്ട്. அப்போ தோசை புட்டு எல்லாம் இருக்கு சார். உட்காருங்க. சாருக்கு என்ன வேணும் சார்? அப்போ எடுத்து. அப்போ டே முத்து, அப்போ டே இங்க க்ளீன் பண்ணடா. டே தம்பி அந்த தண்ணி தூக்கி எடுத்துட்டு வாடா. டே போடா. മുനിയാണ്ടി, என்ன சார்? ഇതേതായി പയ്യൻ? ഇതിനു മുമ്പ് കൂടെ കണ്ടിട്ടില്ലല്ലോ. இவனோட அனாதை. இவனுக்கு யாரும் இல்லை சார். ஊரே கேரளாவில தான் ஏன் கூட கூடியாச்சு. அந்த அனாதை இடத்துல தொல்லை தாங்காமத்தான் அவன் இங்க வந்தான். வரும்போது உடம்பு முழுவன் காயப்பட்டு இருந்தது. അങ്ങനാണെങ്കിൽ പിന്നെ അവനെ കുറിച്ച് നിങ്ങൾ എന്താ അന്വേഷിക്കായിരുന്നത്? அந்த நிலைமையில அவனை விடுறதுக்கு எனக்கு மனம் வரல சார். அதனால தான் இங்க வச்சிருக்கு. சார் சாப்பாடெல்லாம் நல்லா இருக்கா சார்? നല്ലായിരിക്കും മുനിയാണ്ടി. മോന്റെ പേരെന്താ? ജീവൻ. മോന് എന്നോടൊപ്പം വരുന്നോ എന്റെ വീട്ടിലേക്ക്? എന്താ മോനെ, നീ വരുന്നോ? പാവം കുട്ടി. அது போதும் சார், போதும் சார். അപ്പൊ മുനിയാണ്ടി പാക്കലാം. சரி சார். ஓ നീയോ? കൊച്ചുതമ്മാടി, നീ എപ്പോഴാണ് അതിനകത്ത് കയറി പറ്റിയത്?
നീ നിന്റെ മുതലാളിയോട് പറഞ്ഞോ എന്റെ കൂടെ വരുന്ന കാര്യം? ഇല്ലേ? കൊള്ളാം. കേറി അവിടെ ഇരിക്ക. കേറി അവിടെ ഇരിക്കടാ. ഞാൻ വിളിച്ച് പറഞ്ഞോളാം നീ എന്റെ കൂടെ വന്നെന്ന് മൂനിയാണ്ടിയോട്. അവൻ എന്തു ഭാവിച്ചാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ജയ്. സേതുട്ടൻ അവനെ വഴക്ക് പറഞ്ഞു. ചെയ്തത് തെറ്റാണെന്ന് പറഞ്ഞു. അത്രയെങ്കിലും ഞാൻ പറയണ്ടേ? ശരിയാ. എന്നാലും എനിക്ക് പേടിയാവുന്നു. ഇപ്പത്തെ പിള്ളേരാ. രേണുവിടെ? അവളവിടെ ഉണ്ട്. ഒരേ കരച്ചില. ബന്ധങ്ങൾക്ക് വിള്ളല് വീഴുമ്പോ സ്നേഹിക്കുന്നവർക്ക് അത് താങ്ങാനാവില്ല. ഈശ്വരൻ തന്നെ എല്ലാത്തിനും വഴി കാട്ടി തരട്ടെ. ഞാൻ പറഞ്ഞത് നിനക്ക് വിഷമമായോ? അതിന് അച്ഛൻ എന്നെ ഒന്നും പറഞ്ഞില്ലല്ലോ. അമ്മയെ രേണുവും വിഷമിച്ചിരിക്കുക. മോനെ, നമുക്ക് വീട്ടിലേക്ക് പോവാം. രേണു അവളോട് പറയേണ്ടി വന്നു. എന്നോടിപ്പോ വെറുപ്പായി കാണോ അവക്ക്? ഇല്ല മോനെ, ആരെന്തു പറഞ്ഞാലും അവൾക്ക് അവളുടെ ഏട്ടനാണ് വലുതെന്ന് പറഞ്ഞു. തെറ്റുകാരൻ ഞാനാണച്ചാ. ഒരിക്കലെല്ലാം നഷ്ടപ്പെട്ടു എന്ന് കരുതി എനിക്ക് പിന്നീട് കിട്ടിയതെല്ലാം ഭാഗ്യമായിരുന്നു. അതിനിടയിൽ ഞങ്ങൾ അറിയാതെ അടുത്തുപോയി. ഒന്നും മനഃപൂർവ്വമല്ല അച്ഛാ. ഞങ്ങൾ ചിന്തിച്ചത് ഞങ്ങളെക്കുറിച്ച് മാത്രമാ. വയ്യച്ച, ജനിയെ മറക്കാൻ എന്നെ കൊണ്ട് വയ്യ. മറക്കേണ്ടി വന്നാൽ മറന്നല്ലേ പറ്റുമോനെ. ഇവിടെ നീയാണ് ഞങ്ങൾക്ക് വലുത്. ആരുമില്ലാത്തവനാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ നിന്നെ ഞാൻ സ്നേഹിച്ചത്. നിന്റെ അമ്മയ്ക്ക് രേണുവിനേക്കാ കാര്യം നിന്നോടാ. അത് നിനക്കറിയാമോ? നിന്നെ നഷ്ടപ്പെടുത്താൻ ഞങ്ങൾക്ക് ഒരിക്കലും ആവില്ല. ജോസിനെ ഇന്നും ഇന്നലെ കാണുന്ന ഒന്നുമല്ല ഞാൻ. വീറും വാശി അവന്റെ കൂടെ പിറപ്പ. എങ്കിലും അവനൊരു പാവമാടാ. ഒരിക്കലും നടക്കില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് അവൻ നിന്റെ മുഖത്ത് നോക്കിയാ വെല്ലുവിളി നടത്തിയത്. ഒരുപാട് പേരുടെ മനസ്സ് നോവിപ്പിച്ചിട്ടല്ല മോനെ ഒരു കുടുംബജീവിതം തുടങ്ങേണ്ടത്. സൗഹൃദത്തിലൂടെയാ. ജോസിൽ നിന്നൊരിക്കലും നീ അത് പ്രതീക്ഷിക്കരുത്. നീ അനാഥനല്ല. ഈ അച്ഛനും അമ്മയും ജീവിച്ചിരിക്കുമ്പോ നിന്റെ മുഖത്ത് നോക്കി ഇനി ഒരാളും അത് പറയരുത്. അതുകൊണ്ട് മോനെ, അച്ഛനൊരു തീരുമാനമെടുത്തു. നമ്മൾ ഈ നാട് വിടുന്നു. ആരും അറിയാത്തൊരു സ്ഥലത്ത് എവിടെയെങ്കിലും പോയി നമുക്ക് ജീവിക്കാം. അതുമാത്രമേ ഇതിനൊരു പരിഹാരമുള്ളൂ. എനിക്ക് നീയാണോ മോനെ വലുത്? ഇത്രയും സ്നേഹിക്കുന്ന അച്ഛനോട് പോലും ഞാനൊരു സത്യം മറച്ചു വെച്ചു. എന്ത് സത്യം? ഞാൻ അനാഥനല്ല. പൊറുക്കണോ അച്ഛ? ഒരിക്കലും കണ്ടിട്ടും കേട്ടിട്ടും ഇല്ലാത്ത സ്നേഹം, ലാളന, പൊന്നുപോലൊരു സഹോദരി, കൂട്ടുകാർ, അച്ഛനും അമ്മയും എനിക്ക് നൽകിയ കൊതിപ്പിക്കുന്ന ജീവിതം, അത് നഷ്ടപ്പെടാതിരിക്കാൻ എപ്പോഴോ ഞാൻ കെട്ടിച്ചമച്ച അനാഥാലയത്തിന്റെ കള്ളക്കഥ അത് തുടരുകയാണ് നല്ലതെന്ന് എനിക്ക് തോന്നി. ഞാൻ ഒരു അനാഥാലയത്തിലും ജീവിച്ചിട്ടില്ല അച്ഛാ. മോനെ, സത്യമാണ് അച്ഛാ. എനിക്കുണ്ടൊരപ്പൻ, അമ്മ, വീട്. റിവ്യൂ കാര്യം ചെയ്യും. നാളെ ഓഫീസിലേക്ക് നോക്കാം. ഞാൻ നോക്കട്ടെ.
നെവർ. ആരെന്ന് പറഞ്ഞാലും ഇത്തരം അന്യായത്തിന് ഒത്താശ ചെയ്യാൻ ഈ ലോറൻസിനെ കിട്ടില്ല. ദാറ്റ്സ് ഓൾ. ഇടോ, വർക്കിൽ ചീറ്റിംഗ് കാണിച്ചാൽ മേലധികാരികളെ അറിയിക്കുക എന്നുള്ളത് എന്റെ ചുമതലയാണ്. അത് ഞാൻ ചെയ്യും. ഒരിക്കലുമില്ല. കളിച്ചത് മതി. ചായ കുടിച്ചിട്ട് പഠിക്കാൻ നോക്ക്. കിട്ടേണ്ടത് കിട്ടുമ്പോ നീ പഠിച്ചോളും കേട്ടോ. സി, ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ഇനി എന്ത് വേണോ തനിക്ക് തീരുമാനിക്കാം. ഓക്കെ? എന്തു പറ്റി? ആരോടെ ഈ ദേഷ്യപ്പെടുന്നത്? അല്ല, ആ രാജേന്ദ്രനെ ഒരിക്കലത്തേക്ക് ക്ഷമിക്കണോന്ന്. ക്ഷമിക്കാൻ ബാങ്ക് എന്താ അയാളുടെ കുടുംബസ്ഥത്താണോ? അല്ലല്ലോ. അവൻ എന്തിർക്കോ അവിടെ? കളി തന്നെയാ വന്ന് കയറിയപ്പോ മുതല്. ഞാൻ എപ്പോ നോക്കിയാലും ഇനി ഞാൻ തല്ലിപ്പൊളിക്കണോടാ. പ്രോഗ്രസ് കാർഡിന്റെ മാർക്ക് ഉണ്ടല്ലോ, ഗെയിമായിട്ടുണ്ട്. പോയിരുന്നു പഠിക്കണ. അവന്റെ ഒരു ഗെയിം ഒന്നല്ലേ ഉള്ളൂന്ന് കരുതി ലാളിച്ചതിന്റെ കുഴപ്പാ. നിന്നോടാ പറഞ്ഞ പോയിരുന്നു പഠിക്കാൻ. നോ 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 നോ, ഐ ഡോണ്ട് നീഡ് എനി എക്സ്പ്ലനേഷൻ. ഓക്കേ? നീ പെട്ടെന്ന് റെഡി ആവുന്നുണ്ടോ? അവന്റെ ഒരു ഷൂ. എല്ലാ പേപ്പേഴ്സും എനിക്ക് ഇന്ന് ഈവനിങ്ങിനകം കിട്ടണം. ദാറ്റ്സ് ഓൾ. ദേ ഞങ്ങള് പോവാ. വരുന്നുണ്ടെങ്കിൽ വേഗം വാ. നീ തന്നെ നോക്കിയാ മതി. ഇന്നലെ എവിടെയാ വെച്ചത്? മോനടാ, പപ്പ ധൃതി കൂട്ടുക. വേഗം വാ. നിന്റെ ഒരു ഷൂസ്. ആ, നടക്ക് വേഗം. പഠിക്കാൻ പറഞ്ഞിട്ട് കൊട്ടിക്കൊണ്ടിരിക്കാം. പപ്പയുടെ കയ്യിൽ നിന്ന് കിട്ടുവേ. കൊട്ടട്ടവൻ കൊട്ടട്ടെ. നീ പഠിക്കണ്ട, താളം പിടിക്ക്. താളം പിടിക്കടാ. നേരത്തെ ചെയ്തതുപോലെ തന്നെ വേണം. പിടിക്കണ താളം. ഡു ഇറ്റ്. ദേ, ഞാൻ വരുന്നത് വരെ താളം പിടിച്ചോണം. ഇടയ്ക്ക് നിർത്തിയോണ്ടല്ലോ. എന്താ ലോറൻസ്? നോ, നത്തിങ്. ഇനി നീ സോഫ്റ്റ് കോർണർ കൊണ്ട് വന്നേക്കരുത്, പറഞ്ഞേക്കാം. മങ്കി. എന്താ മോനെ ഇത്? മതിയാക്ക്. എന്താ നിർത്തിയോ? കൊട്ടറാ കൊട്ടറാ. കണ്ടില്ലേ മോന്റെ കൈ പൊട്ടിയത്? സാറിയില്ല, എന്നാലും അവൻ പഠിക്കുള്ളൂ. കൊട്ടറാ. ഞാൻ പറയാതെ നിർത്തിയോണ്ടല്ലോ. അറിയാമല്ലോ നിനക്കെന്നെ. ആ, മോള് നന്നായിട്ട് പ്രാർത്ഥിക്കണം കേട്ടോ. നമസ്കാരം മാഷ. നമസ്കാരമുണ്ട്. നമസ്കാരം സർ. സുഖം തന്നെയല്ലേ? ആ, നിങ്ങൾ അങ്ങോട്ട് പോയിക്കോളൂ. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? കാണാറേ ഇല്ലല്ലോ. ഇങ്ങനെയൊക്കെ പോകുന്നു മാഷേ. ആ, അവനെങ്ങനെയാ മാഷെ? ഇപ്പൊ നന്നായി പഠിക്കുന്നുണ്ടോ? ആളൊക്കെ മിടുക്കനാ. പക്ഷേ കൂട്ടുകാരെ കാണുമ്പോ 10 തലയാ. ഒരു വികൃതി. 2-3 ക്ലാസ്സുകളിൽ ഭയങ്കരമായിട്ട് ഉഴപ്പൊന്നുണ്ടായിരുന്നു. ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. മിക്ക ദിവസവും ഇമ്പോസിഷൻ കൊടുക്കാനേ നേരമുള്ളൂ. പിന്നെ ടീച്ചറും സാറും വിഷമിക്കുന്ന കരുതിയിട്ടാ പറയാതിരുന്നത്. അപ്പൊ അവൻ ഭയങ്കര ഉഴപ്പാണല്ലേ? നിങ്ങളുടെ തിരക്കിനിടയിൽ അവനെ കൂടി ഒന്ന് ശ്രദ്ധിക്കണം. ആ, പിന്നെ എങ്ങനെയുണ്ട് ടീച്ചറെ പുതിയ സ്കൂൾ? കുഴപ്പമില്ല സർ. കുട്ടികളെയൊക്കെ പരിചയപ്പെട്ടു വരുന്നേ ഉള്ളൂ. എന്നാ ഞാനകത്തോട്ട് കയറിക്കോട്ടെ. ഇന്ന് ഉറങ്ങുന്നതിന് മുമ്പ് 100 പ്രാവശ്യം ഈ പദ്യം എഴുതണം. അതിനു മുമ്പ് വെള്ളം കുടിക്കാൻ പോലും എഴുന്നേറ്റ് പോകരുത്. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ മമ്മി ഇവിടെ കൊണ്ടുവന്ന് തരും. മനസ്സിലായോ? എഴുതിയാൽ മാത്രം പോരാ, കാണാതെ എന്നെ ചൊല്ലി കേൾപ്പിക്കണം. ഇത് മുഴുവനും. എന്താ നീ പറഞ്ഞത്? എന്താ നീ പറഞ്ഞത്? ബാക്കിയുള്ളവൻ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന അനുഭവിച്ച് തീർക്കാനുള്ളവനാവണ്ട നീ. വൃത്തികെട്ട കൂട്ടും ചാട്ടവും കളിയും. വൃത്തികെട്ടവൻ. മാർക്ക് വരുമ്പോ നാണം കെട്ടി എനിക്ക് മറ്റുള്ളവരുടെ മുഖത്ത് പോലും നോക്കാൻ പറ്റുന്നില്ല. എന്താ കാണിച്ചത്? പറയടാ പപ്പയുടെ സോറി. ഇനി ഇവിടെ കണ്ടുപോകരുത്.
சத்தம் போடக்கூடாது. வா. யாரா இந்த பையன்? பார்த்தா பெரிய வீட்டு பையன் மாதிரி தெரியுது. ஏங்க கடத்திட்டு வந்தீங்களா? டேய் இங்க வாடா. என்னங்க? எப்பா நீ ஓம் வேலையை பாரு. யாரான உனக்கு என்னடா கள்ளா திருட்டு பயல. வாடா. இந்த பொறுக்கிக்கு இதுதான் வேலை. செல்வா, நீ இந்த பையனை விட்டுடு. முனி என்ன உனக்கு என்ன காரியம்? நீ ஓம் வேலையை பாரு. சொன்ன நீ கேட்கலையா? இல்ல. என்ன பாக்குறதுக்கு ஏன் தங்கச்சி ஊர்ல இருந்து அனுப்பிச்ச பையன். முனி என்ன பொய் சொல்லாத. முனி என்ன எதுக்கு பொய் சொல்லணும்? உண்மைதான். நீ பாரு, இன்னைக்கு முதல்ல ஏன் கடை தாய் இவனுக்கு வேலை. நீ போயிடு. பரவாயில்லை, வந்துடு. வா. എനിക്കറിയാതെ മോനെ. എന്നോട് ക്ഷമിക്കമ്മേ. എല്ലാരും ഞാൻ എന്തുവാടാ ഇത്? മക്കൾ എന്ത് തെറ്റ് ചെയ്താലും അത് പിന്നെ അച്ഛനമ്മമാര് പൊറുക്കില്ലേ? മതി മതി, കരച്ചിലൊക്കെ നിർത്ത്. ഇനി അമ്മയുടെ മോൻ കരയണ്ട. തിരിച്ചറിവില്ലാത്ത പ്രായത്തിൽ പറ്റിയൊരു എടുത്തുചാട്ടം അത്രേ ഉള്ളൂ എന്ന് വിചാരിച്ചാൽ മതി. നീ വിഷമിക്കണ്ട മോനെ. എത്രയും വേഗം നമുക്ക് മോന്റെ പപ്പയും മമ്മിയും കണ്ടെത്തണം. അത് വേണം മോനെ. ആ മാതാപിതാക്കളുടെ ഇന്നത്തെ സ്ഥിതി എന്താണെന്ന് നമുക്കറിയില്ല. എന്തായാലും അവരെ കണ്ടെത്തണം. അവരുടെ കാലിൽ വീണ് നീ മാപ്പ് ചോദിക്കണം മോനെ. അച്ഛനമ്മമാരുടെ സന്തോഷമാണ് മക്കളുടെ ജീവിതത്തിലേക്കുള്ള വെളിച്ചം. പക്ഷെ അവരെങ്ങനെ കണ്ടെത്തും ചെയ്തോട്ടാ? അവനെല്ലാം ഓർമ്മയുണ്ട് ജയ്. എടവക പള്ളി, അവൻ പഠിച്ച സ്കൂള്, അവൻ്റെ പപ്പയുടെ പേര്, ജനിച്ച നാട്, എല്ലാം. അത്രയും മതി അവരെ കണ്ടെത്താൻ. മോന്റെ അപ്പനെയും അമ്മയും ഉറപ്പായിട്ട് കണ്ടെത്തും. എങ്കിലും എന്റെ മനസ്സിൽ ഒരു വിങ്ങൽ. എന്താ അമ്മേ? നിന്നെ എനിക്ക് നഷ്ടപ്പെടുമോ? അങ്ങനെയൊന്നും പറയരുത്. ഏട്ടനോട് നിനക്ക് ദേഷ്യമുണ്ടോ? എന്താ ഇത്? ആരൊക്കെ ഉണ്ടായാലും ഇനി ആരെ കിട്ടിയാലും എന്റെ മോക്ക് പകരാവോ? ചിരിച്ചേ, ചിരിക്കടാ. അക്കൗണ്ട്സ് എല്ലാം നാളെ തന്നെ സബ്മിറ്റ് ചെയ്യണം. കേട്ടല്ലോ സാലി? അത് ഞാൻ നോക്കിക്കോളാം. സാലി, എന്തോ 1-ാം തീയതി മുതലുള്ള ഡസ്റ്റിന്റെ ലീഫിന്റെയും സ്റ്റോക്ക് ലിസ്റ്റ് ഫയൽ എവിടെ? അത് ഞാൻ സേതു സാറിനെ ഏൽപ്പിച്ചിരുന്നു സാർ. എന്റെ മേശപ്പുറത്ത് വരേണ്ട ഫയൽ എന്റെ മേശപ്പുറത്ത് വരണം, മനസ്സിലായോ? ശരി സാർ. സാറിന് ഇത് എന്തു പറ്റി? അല്ല, ഞാനല്ല സേതു സാറിനെ ഏൽപ്പിച്ചതല്ലേ. അതെല്ലാം ജോസിന്റെ ടേബിൾ തന്നെ ഉണ്ട്. പിന്നെന്തിനാ ഇങ്ങനെ ചോദിച്ച്? ചോദിക്കാൻ എന്തെങ്കിലും വേണ്ടേ സാലി? അല്ല, ഞാൻ 2-3 ദിവസമായിട്ട് ശ്രദ്ധിക്കുക. ജോസ് സാറിന് എന്നാ പറ്റി? എല്ലാവരും എന്നും ഒരുപോലെ ഇരിക്കില്ലല്ലോ. ആ, അത് നേരാ. ആ, സാലി വയ്ക്കോ. എന്താ മോളെ നിന്റെ ഉദ്ദേശം? നേരെ ചൊവ്വേ ആഹാരം കഴിക്കാതെ എത്ര നാൾ കഴിയാമെന്ന് നിന്റെ വിചാരം? കഴിക്കുന്നുണ്ടല്ലോ ഞാൻ. ഇങ്ങനെയാണോ ആഹാരം കഴിക്കുന്നത്? എന്നും ഒരുപോലെ പറ്റില്ലല്ലോ മമ്മി. ഇപ്പൊ നിന്നോട് ഒന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. നിന്റെ പ്രായം അതാ. ഒരു കണക്കിന് ഞാനും നിന്റെ പപ്പയാ തെറ്റുകാര്. നല്ലതേത് പതിരേതെന്ന് തിരഞ്ഞു നോക്കിയില്ല. മമ്മി ഉദ്ദേശിച്ചത് എന്റെയും ജീവന്റെ കാര്യമാണെന്ന് എനിക്ക് മനസ്സിലായി. അതേടി, അങ്ങനെ തന്നെ ഞാൻ ഉദ്ദേശിച്ചത്. പതിരിന്റെ സ്ഥാനത്ത് ജീവനാണെന്നേ ഉള്ളൂ. അല്ല, നിനക്ക് പറയാവോ? പറയാം. ഞാൻ ഏതാണോ അത് തന്നെയാ ജീവനും.
എന്നിട്ട് എന്താടി അവനൊരു അനാഥനാണെന്ന് നിന്നോട് പറയാത്തത്? ആര് പറഞ്ഞിട്ടില്ലെന്ന്? അക്കാര്യം ജീവൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. നീ വിചാരിക്കുന്നുണ്ടോ തന്തേ തള്ളയില്ലാത്തൊരു ചെക്കനെ കൊണ്ട് ഇതിനെ കെട്ടിക്കുമെന്ന്? കുറച്ച് സ്വസ്ഥത തരാവോ? തരാം. സഹോദരങ്ങളെ പോലെ വളരട്ടെ എന്ന് കരുതിയ ഒരൊറ്റ തെറ്റേ ഞങ്ങൾ ചെയ്തിട്ടുള്ളൂ. നീ ഇനി എത്ര ആഗ്രഹിച്ചാലും നടക്കാൻ പോകുന്നില്ല എന്ന് മാത്രമല്ല, ഞങ്ങൾക്ക് ഇതിനെപ്പറ്റി സംസാരിക്കാനും താല്പര്യമില്ല. നിന്റെ മുമ്പിൽ ഇനി രണ്ട് വഴികളേ ഉള്ളൂ. ഒന്നുകിൽ പഠിക്കുക, അല്ലെങ്കിൽ വിവാഹം കഴിക്കുക. പഠിക്കാനാണെങ്കിൽ എത്ര വേണേ പഠിച്ചോ, ഞങ്ങൾക്ക് ഒരു വിഷമവുമില്ല, സന്തോഷമേ ഉള്ളൂ. പക്ഷെ വിവാഹം കഴിക്കാനാണെങ്കിൽ വിവാഹം നടത്തി തരും. ഞങ്ങൾ തീരുമാനിക്കുന്ന വരനുമായിട്ട്. ഏത് വേണമെന്ന് നീ തന്നെ ആലോചിച്ച് തീരുമാനിക്ക. എനിക്ക് ആലോചിക്കാനൊന്നുമില്ല. ഞാൻ പഠിച്ചോളാം. പക്ഷെ വിവാഹം എന്നൊന്ന് എന്റെ ജീവിതത്തിൽ ഉണ്ടായാൽ അത് പപ്പയുടെ മമ്മിയുടെ സമ്മതത്തോടെ തന്നെ ആവും. പക്ഷെ എന്ത് പക്ഷേ? എനിക്ക് ജീവനല്ലാതെ ഇപ്പൊ പറഞ്ഞില്ലെങ്കിൽ പിന്നെ പറയാൻ പറ്റാതാവും. ഒരു കാര്യത്തിൽ പപ്പയ്ക്ക് എന്നെ വിശ്വസിക്കാം. എന്റെ പപ്പയുടെ അനുവാദം ഇല്ലാതെ തന്നിഷ്ടത്തിനൊരു ജീവിതം തേടി ഞാൻ പോവില്ല. ഇതെന്റെ വീടാ. പേടിയാവുന്ന അച്ഛാ. എന്താടാ ഇത്? നീ വാ. നീ പേടിക്കണ്ട. മനസ്സിലായില്ല. ലോറൻസിന്റെ വീട് ഇത് തന്നെയല്ലേ? ആ, ആയിരുന്നു. പക്ഷെ അദ്ദേഹം ഇവിടെ നിന്ന് പോയിട്ട് വർഷങ്ങളായി. അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നാണ് ഞാൻ ഇത് വാങ്ങിയത്. എന്താ കാര്യം? ഒരു ചെറിയ ആവശ്യമുണ്ടായിരുന്നു. ആ, കയറിയിരിക്കണം. ഇരുന്ന് സംസാരിക്കാം. വരൂ. അല്ല, എവിടെ നിന്ന് വരുന്നു? ഞങ്ങളങ്ങ് മൂന്നാറിൽ നിന്ന് വരുവാ സാർ. അത് ശരി. ലോറൻസ് എൻ്റെ ഒരു പഴയ സുഹൃത്താണ്. വർഷങ്ങളായി കോണ്ടാക്ട്സ് ഒന്നുമില്ല. ഇത് എൻ്റെ മകനാ. ഇവൻ്റെ ജോലിക്കാര്യത്തിന് ലോറൻസിൻ്റെ ഒരു ചെറിയ ഹെൽപ്പ് വേണമായിരുന്നു. ഞാൻ ഈ വീട് വാങ്ങുമ്പോൾ അദ്ദേഹം ബാങ്കിൻ്റെ റീജിയണൽ മാനേജറായിരുന്നു. ഓ, റിട്ടയർ ആയെങ്കിലും ലോറൻസിന് കുറേയൊക്കെ സ്വാധീനം കാണുമല്ലോ. നേരിട്ടൊന്ന് കണ്ടിരുന്നെങ്കിൽ. അന്ന് ഞാൻ ഇത് വാങ്ങിയതിന് ശേഷം അദ്ദേഹമായിട്ട് എനിക്കൊരു കണക്ഷനും ഇല്ല. അത് ശരി. അല്ല, പേര്? സോറി, ഞാനത് പറഞ്ഞില്ല. എൻ്റെ പേര് സേതു. ആ, സേതു ഒരു കാര്യം ചെയ്യും. ഈ കവലയ്ക്കപ്പുറം ഒരു കാത്തലിക് ചർച്ചുണ്ട്. അവിടുത്തെ അച്ഛനെയോ ചുമതലക്കാരനെ കണ്ടാൽ ഒരു പക്ഷേ അവർക്ക് എന്തെങ്കിലും ഒരു തുമ്പ് തരാൻ പറ്റും. വലിയ ഉപകാരം സാർ. എന്നാ പിന്നെ ഞങ്ങളങ്ങോട്ട്. അല്ല, ചായ കുടിച്ചിട്ട് ഇനി ഒരിക്കലാവാം. ആരാ? കുറച്ച് ദൂരെ നാച്ചോ. എന്താ വിശേഷിച്ച്? അത് ഒരാളെക്കുറിച്ച് ഒന്ന് അറിഞ്ഞാൽ കൊള്ളായിരുന്നു. ചങ്ക് തകർന്നാ ഇവിടുന്ന് പോയത്. അങ്ങേര് ബാങ്കിലും ഭാര്യ പള്ളിക്കൂടത്തിലും ഒരേ ഒരു മകൻ. പക്ഷെ പറഞ്ഞിട്ടെന്താ കാര്യം? നേരം കെട്ട നേരത്ത് ഓരോന്നുണ്ടാകും. 9-10 വയസ്സുള്ള കുരുത്തം കെട്ട ചെക്കൻ ചെയ്തത് അന്ധകരണമായി പോയി. ചെറുക്കൻ്റെ ഏതോ തലതിരിഞ്ഞ ഏർപ്പാട് കണ്ടുപിടിച്ച് കുറെ തല്ലിയെന്നാ കേട്ടത്. എന്തായാലും ചെക്കൻ അന്ന് രാത്രി വീട് വിട്ടിറങ്ങിപ്പോയി. എവിടേക്കാണ് പോയതെന്നറിയാൻ പറ്റുമോ? അറിയില്ല. ചിലപ്പോ അന്നിവിടെ ഇരുന്ന കുരിശിങ്കലച്ചൻ അറിയാമായിരിക്കും. കുരിശിങ്കലച്ചൻ? അതേച്ചോ,
കുരിശിങ്കലച്ഛനെ ഞാൻ അറിയും. ഈ അടുത്ത് ഞാൻ കണ്ടിരുന്നു. അച്ഛന്റെ നമ്പർ ഞാൻ എടുത്തുതരാം. ശരി അച്ഛോ, വലിയ ഉപകാരം. എന്റെ മാതാ, ഇന്നെങ്കിലും നേരത്തെ പോ. കട കൂട്ടണം. വിരുന്നുകാരുണ്ട് വീട്ടില്. സമയമായിട്ടില്ല. പൈസ ദേദോ. പൈസ ദാ, കൃത്യമായിട്ടുണ്ട്. ഓ കൽ കിतना दूध चाहिए? ഇന്നത്തെ പാല് എന്നെ മതിച്ചു. ഓ ബൈ ठीक है. അരെ കൽ മിലേഗ സ്വപൻ. പാലിൽ വെള്ളം കുറച്ചേ ചേർക്കാവൂ. ഓ അച്ഛാ അച്ഛാ ഓക്കേ. കാര്യങ്ങളൊക്കെ അറിഞ്ഞായിരുന്നു ചേച്ചി? എന്താ കാര്യം ഇല്ലെന്നും പറഞ്ഞ ഞാൻ ഇങ്ങോട്ട് വന്ന പക്ഷേ ഇപ്പൊ ഇയാളിവിടെ ചേട്ടാ. പിന്നെ ഞാനൊരു കാര്യം പറയാൻ വന്നു. എന്തോ കാര്യം? ലവന്മാർ അടിച്ചു പിരിഞ്ച്. ലവന്മാർ ജോസും ചെയ്തു. കാര്യങ്ങളൊക്കെ ഞങ്ങൾ അറിഞ്ഞു. മെമ്പർ അങ്ങോട്ട് ചെല്ലേ ചെല്ലേ ഞങ്ങൾക്ക് കട അടയ്ക്കണം. ഓ മിസ്റ്റർ മാതൻ ടോർച്ച് എടുത്തിട്ടുണ്ടോ? ജോർജോ? ഉണ്ട്. വീട്ടിൽ പോയാലോ? നമുക്ക് ഒരുമിച്ച് പോവാം. പേടിച്ചോണ്ട മുമ്പ്. ശരി വാ. ബാക്കി കഥ നാളെ പറയാം. അയ്യോ മഴ കുറെ കൊടുക്കണം. സോറി. അതിലെല്ലാം ഉണ്ട്. വാ മോനെ. വേണ്ടച്ച, കപ്പിയാര് പറഞ്ഞ അച്ഛൻ കേട്ടതല്ലേ. ഇനി ഈ ഫാദറും കൂടി പറയുന്ന കേൾക്കാൻ എനിക്ക് വയ്യ. അച്ഛൻ പോയാ മതി. ഗുഡ് മോർണിംഗ് ഫാദർ. ഗുഡ് മോർണിംഗ്. ഇരിക്കെ. എവിടെന്ന് വരുന്നു? എൻ്റെ പേര് സേതു, മൂന്നാറിന്ന. പറഞ്ഞാട്ടെ. അച്ചോ, അത്യാവശ്യമായിട്ട് ഒരാളെ കുറിച്ചൊന്ന് അറിയാനുണ്ടായിരുന്നു. ആരെ കുറിച്ച്? അച്ഛൻ മുമ്പിരുന്നൊരു ഇടവകയില്ലേ, ചേലൂർക്കര? അതെ. അന്ന് അവിടെ ഉണ്ടായിരുന്നൊരു ലോറൻസിനെ കുറിച്ചാ. ബാങ്ക് മാനേജറായിരുന്നു. വീട്ടുപേര് പീസ് കോട്ടേജ്. യെസ്, ലോറൻസ്. അതെ. അദ്ദേഹത്തിന്റെ? അദ്ദേഹം ഇപ്പോഴെവിടെ ഉണ്ടെന്ന് അറിയാൻ എന്തെങ്കിലും ഒരു മാർഗമുണ്ടോ ഫാദറെ? അറിയാം. തൽക്കാലം എബി എന്ന പേരിൽ ലോറൻസിനടുക്കൽ ജീവനൊന്ന് കയറി പറ്റട്ടെ. മെല്ലെ ലോറൻസിന്റെ നിലപാടുകൾ മനസ്സിലാക്കാം. അതിനനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് നീക്കാം. ലോറൻസിന്റെ അഡ്രസ്സ് ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ? ഓർമ്മയുണ്ട്. തിരുവനന്തപുരത്ത് നാലാഞ്ചിറയ്ക്ക് അടുത്താ. നന്ദിയുണ്ട് അച്ചോ. ഓ, പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. എന്നാ പിന്നെ ഞാൻ ആയിക്കോട്ടെ. എന്തേലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. ശരി. ശരി, സന്തോഷം. ഹാപ്പി അല്ലേ? വേഗം നടക്കൂ കുഞ്ഞച്ചാ. നടക്കൂല്ലേ സാലി? കുഞ്ഞച്ചൻ എന്നോട് ഇത്രയ്ക്ക് സ്നേഹമുണ്ടെന്ന് എനിക്ക് ഇന്നാ മനസ്സിലായത്. എന്റെ സാലിമോക്ക് വേണ്ടി എന്തും ഞാൻ ചെയ്യും. ഇതും ഇതിനപ്പുറം. അത് നേരാ. സാലിമോള് അവനോട് 2 വർത്തമാനം എനിക്ക് പറയണം. വേഗം വരണേ. ഓ ഉറപ്പായിട്ടും. എന്താ പറയണമെന്ന് വന്നിട്ട് പറയാം. ഓ മതി. കച്ചവടമൊക്കെ എങ്ങനെ? കുഴപ്പമില്ലല്ലോ. പറവല്ല സാർ. അവസാനം സാലിയുടെ വലയിൽ വീണുല്ലേ? എന്റെ പപ്പേട്ടാ, നിങ്ങൾക്ക് തെറ്റി. അവള് എന്റെ വലയിലാ വീണത്. മനസ്സിലായോ? എന്നാലേ വല പൊട്ടിക്കാതെ നോക്കിക്കോ, വരാല ഇനം. അതെ, അതൊക്കെ ഈ മെമ്പർ കുഞ്ഞച്ചൻ നോക്കിക്കോളാം. പക്ഷെ കുഞ്ഞച്ചൻ കളമറിഞ്ഞ് കളി പഠിച്ചവനാ. മനസ്സിലായോ തനിക്ക്? എന്നാ പിന്നെ വരട്ടെ, ഞാൻ പോവാ. ആയുഷ്മാൻ ഭവ. ഭണ്ഡാരം. ഇനി അവളെങ്ങാനും വല പൊട്ടിക്കുമോ? എന്റെ മമ്മിയുടെ പേരാ. മോനെ, നീ ചെല്ലേ. അച്ഛൻ തൽക്കാലം നീ പോയാ മതി. പേടിക്കണ്ട, കുരിശിങ്കലച്ഛൻ്റെ ആളാണെന്ന് പറഞ്ഞാ മോന് ഗുണം ചെയ്യും. എന്നാലും അച്ഛനില്ലാതെ. മറ്റൊന്നും കൊണ്ടല്ല മോനെ, എന്നേക്കാൾ അധികാരത്തോടും അവകാശത്തോടും കൂടി മറ്റൊരാൾ നിന്നെ സ്നേഹിക്കുന്നത് കണ്ടു നിൽക്കാൻ എനിക്കാവില്ല. ഒരച്ഛൻ എന്ന നിലയിൽ ഞാനൊരധികം പറ്റാവൂ.
അത് താങ്ങാനുള്ള ശക്തി. എന്താ അച്ഛാ ഇത്? നീ സന്തോഷത്തോടെ ചെല്ല്, ഞാൻ പ്രാർത്ഥിച്ചോളാം. ആ, തൽക്കാലം നിന്റെ അമ്മ ഇതൊന്നും അറിയണ്ട. അവൾക്കത് താങ്ങാനാവില്ല. അതിനുള്ള മനക്കരുത്തും അവൾക്കില്ല. ആരാ? ലോറൻസ് സാറ്. ദേ പപ്പ ആരോ വിളിക്കുന്നു. എന്താ മോന്റെ പേര്? ജിനോ. ആരാ? ആരാ? ഞാൻ കുരിശിങ്കൽ അച്ഛൻ പറഞ്ഞിട്ട് വന്നതാ. ആ, അച്ഛൻ വിളിച്ചിരുന്നു. എബീന്നല്ലേ പേര്? എവിടെയാ സ്ഥലം എന്ന് പറഞ്ഞ? മൂന്നാറിനടുത്താ. പോവാം സാറേ. ഇതെന്താടോ ബാഗുമൊക്കെ ആയിട്ട്? തിരികെ വരുമ്പോ ഞാൻ ബസ് സ്റ്റോപ്പിൽ ഇറങ്ങിക്കോളാം. ഓ, ഇന്നാണല്ലേ തനിക്ക് പോകേണ്ടത്? അപ്പൊ ഒരു കാര്യം ചെയ്യ്, ഇയാൾ വണ്ടി എടുത്തു. ഇതാരാ സാറേ? ഇത് നമ്മുടെ കുരിശിങ്കലച്ചൻ പറഞ്ഞു വിട്ട ആളാ. പേര് എബി. ഓ, അതാണോ? ആ, താനാ കീയം കൊടുത്തര്. താൻ വണ്ടി എടുത്തു. ശരി സാർ. അതെങ്കിൽ നന്നേക്ക്. ഇതിനു മുമ്പ് എന്തായിരുന്നു ജോലി? ഞാനൊരു എസ്റ്റേറ്റിലെ മാനേജറിന്റെ കൂടെയായിരുന്നു. അച്ഛനെങ്ങനെ അറിയാം? എൻ്റെ അച്ഛൻ്റെ സുഹൃത്ത്. ഓ, ശരി, വണ്ടി എടുത്തു. കുഞ്ഞച്ഛന് വട്ടായതാ തോന്നുന്ന പിള്ളച്ച. ഓ, എന്നാ ചെയ്യാനാടാവേ അവന്റെ ഒരു കഷ്ടകാലം. കുഞ്ഞച്ഛന്റെ പെണ്ണും പിള്ള പിള്ളേരെയും കൊണ്ട് വീട്ടിൽ പോയെന്നാ കേട്ടെ. ആ, വീട്ടിൽ പോയെങ്കിൽ പിന്നെ മണ്ണും ചാരി നിന്നോ പെണ്ണും കൊണ്ടുപോയി എന്ന് പറഞ്ഞ പോലെയായി. അന്ന് ഇവിടെ വന്ന ആ പാട്ടുകാരനില്ലേ അഫ്സലുകുമാർ, സാനുക്കുട്ടിയും കൊണ്ട് അവൻ അങ്ങ് ദുബായി പോയി. അതുകൊണ്ട് എന്തുവാ മോളിക്കുട്ടിയും പിള്ളേരും രക്ഷപ്പെട്ടു. അവിടെ കുഞ്ഞച്ഛന്റെ കാര്യം ഓർത്തപ്പോ എനിക്ക് ചിരി വരിക. ഓ, മരണക്കിടക്കെ എണീറ്റ് വരുവാന്നോ? പതിയെ പതിയെ. ആരും നോക്കണ്ട, ഞാൻ കുഞ്ഞച്ഛൻ തന്നെ. അയ്യോ കുഞ്ഞച്ചാ, ഇതെന്നാ പറ്റി? മാനസാന്തരം, ദൈവവിളി. ഉള്ളത് പറങ്ങട്ടെ. ശവത്തെ കുത്തല്ലേ ചൊക്ലി. ഇനി എന്നാ കുത്താനാ? അപ്പം തന്നെ കെട്ടിയോളോ? അങ്ങനെ സാലി പോയി. ഇനി എനിക്ക് എന്റെ മോളി തന്നെ ശരണം. ചേടാ, ഈ ഗൾഫുകാരന്റെ വരയിൽ അവളെങ്ങനാ വീണത്? എനിക്ക് എത്ര ആലോചിച്ചിട്ടും പിടി കിട്ടുന്നില്ലല്ലോ. അത് ഈ ഫോണിൽ എന്തോ ആപ്പ് ഉണ്ടല്ലോ. ആപ്പാ? വർക്ക്ഷോപ്പ്. ഓ, വർക്ക്ഷോപ്പ്. അതാണ് നമ്മൾ ഈ കണ്ട് സംസാരിക്കുന്നത്. സ്കൂപ്പ്. ഓ, അപ്പൊ അതുവഴിയാണ് നീ ജർമ്മനിയിലുള്ളവരുമായിട്ട് നേരിട്ട് സംസാരിക്കുന്നല്ലോ.
ഭാര്യ മരിച്ചതിൻ്റെ ഓർമ്മ ദിവസമാണ്. 15 വർഷം കഴിഞ്ഞു എന്ന്. എല്ലാ സൗഭാഗ്യങ്ങളും കൊടുത്തിട്ടും താൻ തോന്നിയായി മകൻ. അവൻ കാരണം അവർ മരിച്ചത്. എന്താ ബി? എന്താ ഇവിടെ കാര്യം പറ. ഞാൻ 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 എബി അല്ല. എബി അല്ലേ? പിന്നാരാ നീ? ഞാനൊരു കള്ളം പറഞ്ഞതാ, പേടിച്ചിട്ട്. പിന്നാരാ നീ? എന്തിനാ മാറ്റി പറഞ്ഞത്? എന്റെ പേര് ഞാൻ ജീവനാ, പപ്പയുടെ മോൻ. എന്താ മോനെ? എനിക്കിവിടെ പറ്റുന്നില്ല അച്ഛാ, ഞാൻ അങ്ങോട്ട് വരുവാ. നീ എന്തായി പറയുന്നത്? കാര്യം എന്താ ജീവ? ഒന്നുമില്ല, എനിക്കിവിടെ വേണ്ട. എന്റെ മമ്മി പോയി, പപ്പയുടെ മുഖത്ത് നോക്കാൻ തന്നെ പേടിയാ. മോനെ, എത്ര ബുദ്ധിമുട്ടിട്ടാ നിന്റെ പപ്പയെ കണ്ടെത്തിയത്. എന്നിട്ടിപ്പോ എടാ പെട്ടെന്ന് ഇങ്ങനെ തീരുമാനം മാറാൻ ഇപ്പൊ എന്താ ഉണ്ടായത്? എനിക്ക് അറിഞ്ഞൂടാ മോനെ. എടാ എന്താ പറ്റിയവന്? അവൻ അവിടെ നിൽക്കാൻ പറ്റത്തില്ല. എന്താണെന്നോട്ട് പറയുന്നുമില്ല. എന്നാ പിന്നെ അവനോട് ഇങ്ങോട്ട് വരാൻ പറ. ഇപ്പം നമ്മൾ അവനെ ഇങ്ങോട്ട് വരുത്തിയ അത് നമ്മൾ അവനോട് ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റായിരിക്കും. അവന്റെ മാനസികാവസ്ഥ ഞാൻ കണ്ടതാ. നിന്നോടും മോളോടും ഞാനത് പറഞ്ഞില്ല എന്നേ ഉള്ളൂ. കുരിശിങ്കലച്ചൻ മറ്റൊരു കാര്യം കൂടി എന്നോട് പറഞ്ഞു. എന്താ? അവന്റെ മമ്മി ഇപ്പൊ ജീവിച്ചിരിപ്പില്ല. അവൻ വീട് വിട്ടതിൽ മനം നൊന്താണ് അവര് പോയത്. ലോറൻസിന്റെ 2ാമത്തെ കുഞ്ഞിനെ ആ സ്ത്രീ പ്രസവിക്കുമ്പോൾ തിരിച്ചറിയാനാവാത്ത സ്ഥിതിയിലുള്ള ഒരു മാനസിക രോഗിയായിട്ടായിരുന്നു ആ സ്ത്രീയുടെ മരണം. ആ കുട്ടിക്കിപ്പോ 15 വയസ്സുണ്ട്. പേര് ജിനോ. ഒന്നും അവനോട് ഞാൻ പറഞ്ഞില്ല, സ്വയം മനസ്സിലാക്കട്ടെ എന്ന് കരുതി. ഇനിയും അവൻ ആരെയും നഷ്ടപ്പെട്ടുകൂടാ. അതിനി ഒറ്റ വഴിയേ ഉള്ളൂ.
സേതുനെന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട്. രണ്ടു ദിവസം അവനെ കാണാതിരുന്നപ്പോഴത്തെ എൻ്റെ അവസ്ഥ എനിക്ക് മാത്രമേ അറിയൂ. അപ്പൊ പിന്നെ ഇത്രയും കാലം അവനെ നഷ്ടപ്പെട്ട നിങ്ങളുടെ വേദന എനിക്ക് നന്നായി മനസ്സിലാവും. എന്താ പറയണ്ടെന്ന് എനിക്കറിയില്ല. എന്റെ കുഞ്ഞിനെ താനും തന്റെ ഭാര്യയും 10-18 വർഷം പൊന്നുപോലെ നോക്കി. മറക്കില്ല, ഒരിക്കലും മറക്കില്ല. എവിടേക്കാ? സാറിനോട് പറയാൻ വന്നിരുന്നു. അപ്പോഴാ സാർ പുറത്തു പോയെന്നറിഞ്ഞത്. ഞാൻ പോവാ സാറേ. എനിക്കൊരു ജോലി ശരിയായിട്ടുണ്ടെന്നും പറഞ്ഞ് നാട്ടിൽ നിന്ന് അച്ഛൻ വിളിച്ചിരുന്നു. അതൊരു നല്ല കാര്യമല്ലേ. പൊയ്ക്കോളൂ, നഷ്ടപ്പെടുത്തണ്ട. നിക്ക്. പോകുന്നതിന് മുമ്പ് ഒരാളോടൊന്ന് പറഞ്ഞിട്ട് പോണം. എന്റെ മമ്മിയോട്. പപ്പ, അച്ഛാ, എനിക്കിന്ന് ആഘോഷിക്കണം സേതു. എനിക്ക് ആഘോഷിക്കണം. മതിയാവോളം എനിക്ക് ആഘോഷിക്കണം. എന്റെ ദൈവമേ, എന്റെ മക്കള്. ഹലോ ജെനി. ജീവ. ജെനി, ഞാൻ എന്റെ പപ്പയെ കണ്ടടാ. പപ്പ എന്നെ തിരിച്ചറിഞ്ഞു. പപ്പ വലിയ സന്തോഷത്തിലാ. പഴയ ദേഷ്യക്കാരനെ അല്ല. ഒരു അനുജൻ കൂടിയുണ്ട് ഇപ്പൊ എനിക്ക്. പപ്പയ്ക്ക് എന്നോട് ഭയങ്കര ദേഷ്യം. എനിക്കറിയില്ല എന്ത് ചെയ്യണമെന്ന്. നീ വിഷമിക്കണ്ട, ഞാൻ വരും എന്റെ പപ്പയും കൊണ്ട്. എന്നിട്ട് ജോസങ്ങളിന് കാട്ടിക്കൊടുക്കും എന്റെ പപ്പയെ. എനിക്ക് ഒരുപാട് സ്നേഹം തന്ന ആളാ ജോസങ്ങള്. എന്റെ അമ്മ, പിന്നെ എന്നെ ഇത്രയും കാലം വളർത്തി വലുതാക്കിയ എന്റെ അച്ഛൻ. ഇവരോടെല്ലാം ഞാനൊരു കാര്യം പറയും. നിങ്ങളുടെയൊക്കെ മനസ്സ് വേദനിപ്പിച്ചുകൊണ്ട് എനിക്കൊന്നും വേണ്ടെന്ന്. ജീവ, നീ വിഷമിക്കണ്ട, ഞാൻ വിളിക്കാം. വർഷങ്ങളായി ചെയ്തു ഞാനൊന്ന് സന്തോഷിച്ചിട്ട്. ബട്ട് ടുഡേ ഈസ് മൈ ഡേ. ഇന്നെനിക്ക് വേണം എൻ്റെ സർവ്വ ദുഃഖങ്ങളും മറക്കാൻ. ഇതാ കഴിക്ക്. അല്ല, ഞാനങ്ങനെ കഴിക്കാറില്ല. അറിയാടോ, പക്ഷെ ഇന്ന് താൻ എന്നോടൊപ്പം കൂടണം. ഇതെൻ്റെ ഒരു ആഗ്രഹ. ഇതാ പിടിക്ക്. ദാമോദര. എന്താ സാർ? ഒരു കസേര എടുത്ത് ഇവിടെ ഇരിക്കുക. എന്നും എൻ്റെ എല്ലാ ദുഃഖങ്ങളിലും ചുമട് താങ്ങിയായിരുന്നോ താൻ. ഒരു ഡ്രൈവറായിട്ടല്ല,
സഹോദരനായിട്ടാണ്. ഇതാ പിടിക്കേ. Cheers. 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 ഇനി പിന്നെ കളിക്കാം. മക്കളെ അങ്ങോട്ട് പിടിച്ചേ. വേണ്ട പപ്പ. കഴിക്കടാ. പപ്പയല്ലേ തരുന്നത്. ജിനമോനെ നീ എടുത്തോ. പപ്പയുടെ ജീവമോനും എടുത്തേ. മോനെ മെടുക്കനാവണം. വാ, എന്നും ഇതുപോലെ ആയിരുന്നെങ്കിൽ എത്ര നന്നായനെ. ദാമോദര, എന്തോ എനിക്ക് അവളെ ഒന്ന് കാണണം. എന്റെ സിസിലി, എന്റെ 2 കുഞ്ഞുങ്ങളുടെ അമ്മ. എനിക്ക് കാണണം. നേരെ ഒരുപാടായി, ഉറങ്ങാം. എനിക്ക് കാണണം അവളെ. എനിക്ക് കാണണം. ലോറൻസ്, കൂൾ. എനിക്ക് അവളെ കാണണം. സാർ മതി. അടിക്കണ്ടായിരുന്നു. ഈ കാണിച്ച സ്നേഹത്തിന്റെ ഒരു അംശം ആ കുഞ്ഞിനോട് നേരിട്ട് കാണിച്ചിരുന്നെങ്കിൽ ലോറൻസിന് ഇത്ര വിഷമിക്കേണ്ടി വരുമായിരുന്നോ? സ്നേഹമില്ലാഞ്ഞിട്ടല്ല സിസിലി, അവൻ നന്നാവണം, വലിയവനാവണമെന്നുള്ള ആഗ്രഹം കൊണ്ടാ. വിഷമിക്കാതെ. സമയം ഇത്ര ആയല്ലോ. പപ്പാ, പപ്പ ഇത് എന്തൊരു ഉറക്കമാ? പപ്പാ, 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 പപ്പാ. എന്താ എന്താടാ? പപ്പ വിളിച്ചിട്ട് എണീക്കുന്നില്ല. സാറേ, ലോറൻസ് സാറേ, ലോറൻസ് സാറേ, 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 ഇല്ല സാറേ, ദാമോദര, സാറേ. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ മറ്റ് പ്രശ്നങ്ങള് കാർഡിയാക് അറസ്റ്റാന്നാ പറഞ്ഞത്. വെളുപ്പിനൊരു 4 മണിക്കാകാനാണ് സാധ്യതയെന്നാണ് ഡോക്ടർ ഇപ്പോൾ പറഞ്ഞത്. ഓ, ജോസേ, എന്താ? എന്തു വേണം? ഇവനിപ്പോ അനാഥനല്ല. 4 ആളുടെ മുമ്പിൽ നിലയും വിലയുമുള്ള ഒരു അപ്പന്റെ മകനാണിവൻ. ആഹാ, എന്നിട്ട് എവിടെയാ മഹാൻ? അയാൾ ഇനി വരില്ല, ഒരിക്കലും വരില്ല. ശരിക്കും ഇവൻ അനാഥനാക്കിയിട്ട് പോയി. കൊള്ളാം, നല്ല നാടകം. എല്ലാരും കൂടെ കുടുംബമായിട്ട് ഇറങ്ങിയിരിക്കുക.
എടാ ജോസേ, എടാ ഞാൻ ഈ പറഞ്ഞതാണ് സത്യം. ഒരു വലിയ മനുഷ്യന്റെ മോനാണിത്. ഞാൻ അയാളെ കണ്ടതാ. നീ എന്നെ വിശ്വസിക്ക്. സേതു, നിനക്കറിയാലോ, ഞാനൊരു കാര്യം പറഞ്ഞാൽ പിന്നെ അതിൽ മാറ്റമില്ല. എന്ത് പറഞ്ഞാലും നീ വിശ്വസിക്കില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ആർക്ക് എന്ത് ചെയ്യാൻ പറ്റും? വേണ്ട അച്ഛാ, ഞാൻ കാരണം നിങ്ങൾ തമ്മിൽ അതിനിയും വേണ്ട. അതാ നല്ലത്. നിനക്ക് ഇപ്പോഴെങ്കിലും ബുദ്ധി ഉണ്ടായല്ലോ. കടന്നു പോടാ. മോളെ നിക്കവിടെ. ജെനി, ജീവ. ഇല്ല, ഇതുവരെ പപ്പ പറഞ്ഞതൊക്കെ ഞാൻ കേട്ടു, അനുസരിച്ചു. പക്ഷേ ഇനി ജീവന് പോവാൻ ഞാൻ സമ്മതിക്കില്ല. ചേട്ടായി, എന്താ ചേട്ടാ ഇതൊക്കെ? നമ്മുടെ പപ്പ പറഞ്ഞിട്ടുണ്ട് ആരുടെ കയ്യിൽ നിന്നും ഒന്നും പിടിച്ചു വാങ്ങരുതെന്ന്. എന്റെ ചേട്ടായിയും അങ്ങനെ ആകാവൂ. നോക്കണ്ട, ജീവന്റെ അനുജന, ഒരേ രക്തത്തിൽ പിറന്നവർ. പിന്നെ മരിച്ചുപോയവരെ മടക്കിക്കൊണ്ടുവരാൻ നോക്കത്തില്ലല്ലോ. ഈ പിള്ളേർ അവരുടെ ഉള്ളിലുള്ളത് തുറന്നു പറഞ്ഞു. അപമാനം ഉണ്ടാക്കുന്നൊന്നും അവർ ചെയ്തിട്ടില്ലല്ലോ. പിന്നെ നീ ഡിമാൻഡ് വെച്ച പിതൃത്വം, പാരമ്പര്യം, ഇതെല്ലാം ഇവർക്ക് വേണ്ടതിലധികം ഉണ്ടടാ. ഞാനാടാ അവന്റെ അച്ഛൻ, ഇവളവന്റെ അമ്മ. ഇത്രയൊക്കെ അറിഞ്ഞിട്ട് നിന്റെ മനസ്സ് കല്ലായിട്ട് തന്നെ ഇരിക്കുന്നെങ്കിൽ അങ്ങനെ തന്നെ ഇരുന്നോട്ടെ. ഞങ്ങളാരും നിന്നെ വിഷമിപ്പിക്കുന്നുമില്ല, ഒട്ട് ബുദ്ധിമുട്ടിക്കുന്നുമില്ല. വാ മോളെ, ഞങ്ങൾ പോയിക്കോളാം. ഇവിടുന്ന് എങ്ങോട്ടെങ്കിലും വാ മക്കളെ. നിങ്ങളുടെ അപ്പം പറഞ്ഞു തന്നെയാ സത്യം. ഒന്നും പിടിച്ചു പറിച്ചെടുക്കാൻ പാടില്ല. ഞാനുണ്ടോ മക്കളെ നിങ്ങൾക്ക്? ഞാൻ മാത്രമല്ല, നിന്റെ അമ്മ ഇവളുമുണ്ട്. വാ. ഇച്ചയ, ഇച്ചയ. ഒരു കാര്യത്തിൽ പപ്പയ്ക്ക് എന്നെ വിശ്വസിക്കാം. എന്റെ പപ്പയുടെ അനുവാദം ഇല്ലാതെ തന്നിഷ്ടത്തിനൊരു ജീവിതം തേടി ഞാൻ പോവില്ല. സേതു, ജോസേ, നീ പോയാ പിന്നെ എനിക്ക് ആരാടാ ഉള്ളേ? ജോസേ,